നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതിലോട്ട് കടക്കാം. അതിനു മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം 2 ഘട്ടങ്ങളാണ് നമ്മൾ നേരിടേണ്ടതായിട്ടുള്ളത്. ഒന്ന്, പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം അറിവ് സമ്പാദിക്കുക. രണ്ടാമത്തേത്, ഈ അറിവ് ഉപയോഗിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റണം, സോൾവ് ചെയ്യാൻ സാധിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ നമ്മുടെ അറിവ് ഉപയോഗിച്ച് സാധിക്കുന്നില്ല എങ്കിൽ ഒരു എക്സാമും നമുക്ക് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളെ പഠനത്തിൻ്റെ ഭാഗമായി ചോദ്യം പേപ്പർ സോൾവ് ചെയ്യുന്ന ഒരു ശീലം കൂടി എക്സാമിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ വളർത്തിയെടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ സ്കില്ലെന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ഒരു ക്വസ്റ്റ്യൻ എന്താണോ ചോദിക്കുന്നത്, ആ വസ്തുത കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നതാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാര്യം, ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ നമുക്ക് അറിവുണ്ടെങ്കിൽ തന്നെ ആൻസർ തെറ്റായി രേഖപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്രയും കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ചോദ്യപേപ്പറിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്നു: ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇവിടെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ പറ്റിയിട്ടാണ്. ഇതിൽ നമുക്ക് കണ്ടെത്തേണ്ടത് തെറ്റായ പ്രസ്താവനയാണ്. നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടത്. ഇവിടെ തെറ്റിപ്പോകരുത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളതിൽ കണ്ടെത്തേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ്. ഇത് യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഫൈസാബാദിൽ വിപ്ലവം നയിച്ചിരുന്നത് മൗലവി അഹമ്മദുള്ളയായിരുന്നു ഫൈസാബാദിൽ വിപ്ലവം നയിച്ചിരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ഇതും തെറ്റായിട്ടുള്ള കാര്യമാണ്. ലക്നൌവിൽ അന്ന് വിപ്ലവം നയിച്ചിരുന്നത് ഹസ്രത്ത് മഹലായിരുന്നു. ബീഗം ഹസ്രത്ത് മഹലായിരുന്നു അന്ന് ലക്നൌവിൽ ഈ വിപ്ലവം നയിച്ചിരുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: ബീഹാറിലെ അറയിൽ വിപ്ലവം നയിച്ചിരുന്നത് കൻവർ സിംഗ് ആണ്. ശരിയായിട്ടുള്ള കാര്യമാണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചിരുന്നത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. ഇതും ശരിയായിട്ടുള്ള കാര്യമാണ്. ഒന്നും കൂടി ആലോചിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളടുത്ത് ചോദിച്ചത് തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താനായിരുന്നു. അപ്പോൾ 1ഉം 2ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷനിലോട്ട് പോകാം. ഓപ്ഷൻ എ 1ഉം 2ഉം. ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു മത്സര പരീക്ഷകൾക്കും മോഡേൺ ഇന്ത്യ ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠഭാഗമാണ് 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. ഈ റിവോൾട്ടുമായി ബന്ധപ്പെട്ട് ഈ റിവോൾട്ട് നടന്ന പ്രധാന സ്ഥലങ്ങളും അവിടെ ഈ റിവോൾട്ട് നയിച്ചിരുന്ന നേതാക്കന്മാരും ആരൊക്കെയായിരുന്നു എന്നത് എല്ലാ മത്സര പരീക്ഷകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അത് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഝാൻസി, ഒപ്പം തന്നെ ഗോളിയാർ, ഈ 2 പ്രദേശങ്ങളിൽ ആ കാലഘട്ടത്തിൽ കലാപം നയിച്ചിരുന്നത് റാണി ലക്ഷ്മിഭായ് ആയിരുന്നു കലാപം നയിച്ചിരുന്നത്. ഇതിൽ ഗോളിയാറിൽ റാണി ലക്ഷ്മിഭായെ കലാപത്തിന് സഹായിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്, താന്തിയ തോപ്പി എന്ന് പറയുന്നത്. ബീഹാറിലെ അറയിലും ഒപ്പം തന്നെ ജഗദീഷ്പൂരിലും കലാപം നയിച്ചിരുന്നത് കൻവർ സിംഗ് ആയിരുന്നു. ഡൽഹിയിൽ കലാപം നയിച്ചിരുന്നത് അന്നത്തെ മുഗൾ റൂളറായിട്ടുണ്ടായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനും ഒപ്പം തന്നെ ജനറൽ ഭക്ത് ഖാനുമായിരുന്നു ഡൽഹിയിൽ കലാപം നയിച്ചിരുന്നത്. അസ്സാമിലെ കലാപം നയിച്ചിരുന്നത് ദിവാൻ മണിറാം ആയിരുന്നു. കാൺപൂരിലെ കലാപം നയിച്ചിരുന്നത് നാനാ സാഹിബുമായിരുന്നു. ലക്നൗ, ആഗ്ര അയോധ്യ, ഔധ് എന്നീ പ്രദേശങ്ങളിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. ബറേലിയിലും റോഹിൽഖണ്ഡിലും ഖാൻ ബഹദൂർ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു കലാപം നടന്നിരുന്നത്. ബൗറത്ത് പർഗാനയിൽ കലാപം നയിച്ചിരുന്നത് ഷാമാലായിരുന്നു. പിന്നീട് കലാപം നടന്നിരുന്ന പ്രധാന സ്ഥലങ്ങളൊന്നായിരുന്നു ഹരിയാന എന്ന് പറയുന്നത്.
ഇവിടെ കലാപം നയിച്ചിരുന്നത് റാവു തുലാറാം ആയിരുന്നു. റാവു തുലാറാം ആയിരുന്നു. രാജസ്ഥാനിലെ കോട്ടയിൽ കലാപം നയിച്ചിരുന്നത് 1887 കലാപം നയിച്ചിരുന്നത് ജയ്ദയാൽ, ഹർദയാൽ എന്നിവരായിരുന്നു. മധുരയിൽ കലാപം നയിച്ചിരുന്നത് ദേവി സിംഗ് ആയിരുന്നു. അലഹബാദിൽ കലാപം നയിച്ചിരുന്നത് ലിയാഖത്ത് അലി ആയിരുന്നു. മാണ്ടസോറിൽ കലാപം നയിച്ചിരുന്നത് ഫിറോസ് ഷായും ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഈ ഫാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് 1857 കലാപവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പഠിച്ചു മാറ്റണം. ഇത് എല്ലാ PSC പരീക്ഷകൾക്കും, PSC അല്ല, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും മോഡേൺ ഇന്ത്യ ഹിസ്റ്ററിയിൽ നിന്നും ചോദിക്കുന്ന സുപ്രധാന ക്വസ്റ്റ്യനിലൊന്നാണ് എന്തെന്ന് പറയുന്നത് 1857 കലാപവുമായി ബന്ധപ്പെട്ട് പ്രധാന സ്ഥലങ്ങളിൽ കലാപം നയിച്ചിരുന്ന വ്യക്തികൾ ആരായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഇത്രയും ഫാക്റ്റ് പഠിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതൊക്കെ? ഇവിടെയും തെറ്റായ ജോഡിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. തിരുവനന്തപുരത്ത് അടിമത്തം നിരോധിക്കുന്നത് 1812 ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്. കൊച്ചിയിൽ അടിമത്തം നിരോധിക്കുന്നത് 1845 അതും ശരിയായിട്ടുള്ള കാര്യമാണ്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിക്കുന്നത് 1837 തെറ്റാണ്. 1866 തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിതമാവുന്നത്. മഹാരാജാസ് കോളേജ് രൂപീകരണം 1875 ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ 1, 2, 4 പക്ഷെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് തെറ്റായിട്ടുള്ള സാധനം കണ്ടുപിടിക്കാനാണ്. തെറ്റായിട്ടുള്ള സംഭവം എന്താണ്? മൂന്നാമത്തതാണ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആദ്യത്തേത് 1866 യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത തിരുവിതാംകൂർ രാജാവായിരുന്നു ആയില്യം തിരുനാൾ രാമവർമ്മ. ഇത് രൂപീകരിക്കുന്ന സമയത്ത് മദ്രസ സർവകലാശാലയുടെ അണ്ടറിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്, അല്ലെങ്കിൽ മദ്രസ സർവകലാശാലയുടെ അംഗീകാരത്തിൻ്റെ പുറത്തായിരുന്നു രൂപീകരിച്ചത്. പിന്നീട് 1957 കേരള യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന സമയത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ഇത് മാറി. 1897 ശ്രീമൂലം തിരുനാൾ രാജാവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിതമാകുന്നത്. അതായത് ഈ യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിതമാകുമ്പോൾ ഇതിന് മഹാരാജാസ് കോളേജ് എന്നായിരുന്നു പേര്. അത് യൂണിവേഴ്സിറ്റി കോളേജായിട്ട് മാറുന്നതും ഇന്നത്തെ രീതിയിലോട്ട് മാറുന്നതുമൊക്കെ 1897 ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഒന്നും കൂടി 1866 യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിച്ചത്. അന്ന് തിരുവിതാംകൂറിലെ രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മയായിരുന്നു. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. 1957 കേരള യൂണിവേഴ്സിറ്റി സ്ഥാപിതമായപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ കേരള യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലായി മാറി. 1897 ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലായിരുന്നു ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ഇന്നത്തെ രീതിയിൽ യൂണിവേഴ്സിറ്റി കോളേജ് പുനർനാമീകരണം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. രൂപീകരിച്ച 66 പുനർനാമീകരണം ചെയ്യപ്പെടുന്നത് 1897 ആയിരുന്നു എന്നതുകൂടി മനസ്സിലാക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതൊക്കെ? തെറ്റായ പ്രസ്താവനയാണ് ഇവിടെയും കണ്ടെത്തേണ്ടത്. ആദ്യത്തേത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1 ശരിയായിട്ടുള്ള കാര്യമാണ്. യുദ്ധാനന്തരം ചിയാങ് കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ശരിയായിട്ടുള്ള കാര്യമാണ്. ചൈനയിലെ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. മാവോ സേതുങ്ങിന് ശേഷം ഗുവാഹെങ് ചൈനയിൽ അധികാരത്തിൽ വന്നു. ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നുവെങ്കിലും പൂർണ്ണമായും മാവോ സേതുങ്ങിൻ്റെ അധികാരമൊന്നും കിട്ടിയിരുന്നില്ല. അത് കിട്ടിയിരുന്നത് മറ്റൊരാൾക്കായിരുന്നു. ആ ചരിത്രം നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയിലെ കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ആദ്യം ഒരാളിൻ്റെ പേര് പറഞ്ഞു, ചിയാങ് കൈഷക് എന്ന് പറഞ്ഞു. ഈ ചിയാങ് കൈഷക് ആയിരുന്നു ചൈനീസ് നാഷണൽ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ആ കാലത്തെ ലീഡർ എന്ന് പറയുന്നത്. ചൈനീസ് നാഷണൽ പാർട്ടിയുടെ ആ കാലത്തെ ലീഡർ എന്ന് പറയുന്നത് ചിയാങ് കൈഷക് ആയിരുന്നു. ഇതിൽ ഡെങ് സിയോപിങ് എന്ന് പറയുന്ന പുള്ളിക്കാരനായിരുന്നു
1778 മുതൽ 1789 വരെ, കൃത്യമായി പറഞ്ഞാൽ മാവോ സേതുങ്ങിന് ശേഷം ചൈനീസ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എന്നു പറയുന്നത് അധികാരിയായിട്ട് അല്ലെങ്കിൽ പൂർണ്ണ അധികാരിയായിട്ട് അധികാരത്തിലെത്തുന്നത്. മാവോയുടെ അധികാരത്തിന് ശേഷം ഈ ഹുവ ഗുവാഹിങ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ വന്നിട്ടുണ്ടായിരുന്നു. 1976 കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അധികാരത്തിൽ എത്തുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് അവിടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എല്ലാം എതിർത്തതിന് ശേഷം ഇദ്ദേഹത്തിന് ശക്തമായിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റിയിരുന്നില്ല, മാവോ സേതുങ്ങിനെ പോലെ പൂർണ്ണ അധികാരത്തോടു കൂടി ഭരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ പാർട്ടിയുടെയും അതുപോലെ തന്നെ അവിടുത്തെ സർവാധികാരിയായിട്ട് മാവോ സേതുങ്ങിന് അതിനുശേഷം അധികാരത്തിൽ വരുന്നത് ഡെങ് സിയോ പിങ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ആയിരുന്നു. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ആദ്യത്തെ 3 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് 4, ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കാം. ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഉള്ളത്. സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്, കണ്ടെത്തേണ്ടതായിട്ട് ഉള്ളത്. 1951 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം. ഇതിൽ 1951 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ജനിച്ചത് 1853 ഓഗസ്റ്റ് 25-ാം തീയതി ആയിരുന്നു ഇദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂല എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആര് ജനിച്ചത്, നമ്മുടെ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിച്ചു. ശരിയായിട്ടുള്ള കാര്യമാണ്. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിൽ ആണ്. ശരിയായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 1ാമത്തെ ഓപ്ഷൻ മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. നമുക്കിനി 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നുള്ളതാണ് 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ആദ്യത്തേത് നാഗ്പൂർ സമ്മേളനമാണ്. നാഗ്പൂർ സമ്മേളനത്തിലായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം നടപ്പിലാക്കിയത്. ശരിയായിട്ടുള്ള കാര്യമാണ്. 2, ബോംബെ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ്. തെറ്റായിട്ടുള്ള കാര്യമാണ്. ബോംബെ സമ്മേളനത്തിലല്ല, ലാഹോർ സമ്മേളനത്തിലായിരുന്നു പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന പ്രമേയം പാസ്സാക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം ലാഹോർ സമ്മേളനത്തിലാണ്. അത് തെറ്റാണ്. ബോംബെ സമ്മേളനത്തിലായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. സൂറത്ത് സമ്മേളനത്തിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിഭജനം. ശരിയാണ്. സൂററ്റ് വിഭജനം എന്നാണ് ഈ വിഭജനത്തിനെ അറിയപ്പെടുന്നത്. അപ്പോൾ 2 ശരിയായിട്ടുള്ള ജോഡികളാണ്. 1ഉം 4ഉം. ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന്. 5ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. 1920 സി വിജയരാഘവാചാര്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അനുമതി നൽകുന്നത്. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലെ തെറ്റ്. 1929 ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന ലാഹോർ സെക്ഷനായിരുന്നു എന്തിന് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത്. 3ാമത്തേലും തെറ്റുണ്ട്. 1942 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സെക്ഷനായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഗാന്ധിജിയുടെ ഡു ഓർ ഡൈ പോലുള്ള സ്ലോഗൻസ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ ബോംബെ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് അധ്യക്ഷൻ എന്ന് പറയുന്നത് ബോംബെ സമ്മേളനം നടക്കുന്ന സമയത്ത് അതിന് അധ്യക്ഷത വഹിച്ചിരുന്നത് മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കൂടി ആയിരുന്നു. സൂറത്ത് സമ്മേളനം 1907 നടന്നിരുന്നത്. 1907 സൂററ്റ് സമ്മേളനം നടന്നിരുന്നത്. നേതാവ് റാഷ് ബിഹാരി ഘോഷായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ നേതാവെന്ന് അധ്യക്ഷനെന്ന് പറയുന്നത്. ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഇത് 2020 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടെസ്റ്റ് ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിന് എതിരെയായിരുന്നു? ഇതിൻ്റെ ആൻസർ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു. 2020 ഡിസംബർ 17-ാം തീയതി
ഓസ്ട്രേലിയയിലെ അഡ്ലേഡ് ടെസ്റ്റിലായിരുന്നു ഇന്ത്യ എടുത്തിരുന്നത്. ഈ നാണക്കേട് റെക്കോർഡ് ഇന്ത്യക്ക് കിട്ടിയത്. അന്ന് ഇന്ത്യ 36 റൺസിന് ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. രണ്ടാം ഇന്നിങ്സിൽ, സെക്കൻഡ് ഇന്നിങ്സിൽ 36 റൺസിന് ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. അതിനു മുന്നേ 1974 ഇംഗ്ലണ്ടിനെതിരെ നടന്ന ഒരു ക്രിക്കറ്റ് പരമ്പരയിൽ 42 റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അഡ്ലേഡ് ടെസ്റ്റിന് മുന്നേ ഇന്ത്യ ഓൾ ഔട്ടായ ഏറ്റവും ചെറിയ റൺസ് എന്ന് പറയുന്നത് ഈ 42 റൺസ് ആയിരുന്നു. നമുക്കിനി 7ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 7ാമത്തെ ചോദ്യം, സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂഗർഭ രൂപവൽക്കരണ സഹായി. ഓപ്ഷൻ എ ഒഴുകുന്ന വെള്ളം, ഓപ്ഷൻ ബി ഭൂഗർഭജലം, ഓപ്ഷൻ സി ഹിമാനികൾ, ഓപ്ഷൻ ഡി തിരമാലകൾ. നമ്മൾ ഒരു ചെറിയ ഭൂരൂപത്തിനെ കൺസിഡർ ചെയ്യുക. ഈ ഭൂരൂപത്തിൻ്റെ അടിഭാഗത്ത് ചില വസ്തുക്കളുടെ പ്രവർത്തനം നടന്നേക്കാം. പ്രത്യേകിച്ച് ഒഴുകുന്ന ജലത്തിൻ്റെ അല്ലെങ്കിൽ ഭൂഗർഭ ജലത്തിൻ്റെ പ്രവർത്തനം നടന്നേക്കാം. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ ഹോളുകൾ രൂപപ്പെടാം, സുഷിരങ്ങൾ രൂപപ്പെടാം. സുഷിരങ്ങൾ രൂപപ്പെട്ടതിന് ശേഷം ഈ അടിത്തട്ട് ഭാഗം എന്ത് ചെയ്യാം? ക്ഷയിച്ചേക്കാം അല്ലെങ്കിൽ ബലഹീനമായേക്കാം. അടിത്തട്ട് ഭാഗം ബലഹീനമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ മേൽത്തട്ടിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇത് ഭൂമിയിലോട്ട് പതിക്കാം. ഇതുതന്നെ ഈ രൂപപ്പെടുന്ന ചെറിയ ചെറിയ ഹോളുകളെയാണ് ഭൂഗർഭജലം പോലുള്ളവയുടെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്ന ചെറിയ ചെറിയ ഹോളുകളെയാണ് സിങ്ക് ഹോളുകളെന്ന് അറിയപ്പെടുന്നത്. ഒന്നുകൂടി, എന്താണ് സിങ്ക് ഹോളുകളെന്ന് നമ്മളിവിടെ പരിശോധിക്കണം. സിങ്ക് ഹോളുകൾ എന്ന് പറയുന്നത് ഭൂഗർഭജലം, ലൈംസ്റ്റോൺ, ഡോളോസ്റ്റോൺ, ജിപ്സം, ഇതുപോലുള്ളവ ശിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ചതിന് ശേഷം ശിലകളിൽ എന്തുണ്ടാക്കുന്നു? സുഷിരങ്ങൾ ഉണ്ടാക്കുന്നു, അഥവാ ദോരങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ദോരങ്ങളുടെ വീതി കൂടിയതിനാൽ മേൽത്തട്ടിന് താങ്ങാൻ പറ്റാതെ തകർന്നു വീഴുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സിങ്ക് ഹോളുകൾ എന്ന് പറയുന്നത്. ഒന്നും കൂടെ, ഭൂഗർഭജലം, ലൈംസ്റ്റോൺ, ഡോളോസ്റ്റോൺ, ജിപ്സം എന്നിവ ശിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ച് ദോരങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ദോരങ്ങളുടെ വീതി കൂടിയതിനാൽ മേൽത്തട്ടിന് താങ്ങാതാവാതെ തകർന്നു വീഴുന്ന പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത്? സിങ്ക് ഹോളുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സിയുടെ ആൻസർ എന്താണ്? ഭൂഗർഭ ജലമാണ് ഓപ്ഷൻ 7ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 8ാമത്തെ ചോദ്യമാണ്. 8ാമത്തെ ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നു: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ശ്രീലങ്ക, ഓപ്ഷൻ ഡി കാനഡ. ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം എന്ന് പറയുന്നത് കാനഡയാണ്. ഇത് ഉണ്ടാകുന്നത് ബേ ഓഫ് ഫണ്ടി എന്നറിയപ്പെടുന്നത് കാനഡയിലെ ബേ ഓഫ് ഫണ്ടിയിലാണ് ഏറ്റവും വലിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇത് കാനഡയിലെ ന്യൂ ബ്രൺസ്വിക്ക് എന്ന സ്ഥലത്താണ്. ന്യൂ ബ്രൺസ്വിക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ബേ ഓഫ് ഫണ്ടി. ഇവിടെയാണ് ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഏറെക്കുറെ 16 മീറ്റർ വരെ നീളമുള്ള വേലിയേറ്റങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടാക്കുന്നു. ഈ വേലിയേറ്റം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളെന്ന് പറയുന്നത് ഒന്ന് റെസൊണൻസ് ഫിനോമിനയാണ്. രണ്ടാമത്തേത് ഈ പ്രദേശത്തിൻ്റെ ആകൃതി ഒരു ഫണൽ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഈ ആകൃതിയും എന്തിന് കാണപ്പെടുന്നു? ഫണൽ ഷേപ്പും എന്തിന് കാരണമാകുന്നു? ഈ ഉയരം കൂടിയ വേലിയേറ്റം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഒന്നുകൂടി, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത് കാനഡയിലാണ്. കാനഡയിലെ ബേ ഓഫ് ഫണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ന്യൂ ബ്രൺസ്വിക്ക് എന്ന് പറയുന്ന പ്രദേശത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഉണ്ടാകുന്ന വേലിയേറ്റങ്ങൾക്ക് ഏറെക്കുറെ 16 മീറ്റർ നീളമുണ്ടായിരിക്കും അല്ലെങ്കിൽ ഉയരമുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് റെസൊണൻസ് ഫിനോമിനയും അതിൻ്റെ ഫണൽ ബേസ്ഡ് ആയിട്ടുള്ള ഷേപ്പുമാണ്. ആ പ്രദേശത്തിൻ്റെ ഫണൽ ഷേപ്പുമാണ് വലിയ വേലിയേറ്റങ്ങൾ ഈ കാനഡയിലെ ബേ ഓഫ് ഫണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടാകുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത്. അടുത്ത 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം: കടുപ്പം കുറഞ്ഞ ധാതു ഏത്? വജ്രം, ടോപ്പാസ്, കോട്സ്, ടാൽക്ക്. കടുപ്പം കുറഞ്ഞ ധാതു ടാൽക്കാണ് ഏറ്റവും കടുപ്പം കുറഞ്ഞ ധാതു. ധാതുക്കളുടെ കടുപ്പം നിശ്ചയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്കെയിലിനെ മോസ് സ്കെയിൽ എന്ന് അറിയപ്പെടുന്നു. 1 മുതൽ 10 വരെയുള്ള സ്കോർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കടുപ്പം നിർണ്ണയിക്കുന്നത്. ഏറ്റവും കടുപ്പം കുറഞ്ഞ ധാതുവാണ് ടാൽക്ക് എന്ന് പറയുന്നത്. ധാതുക്കളുടെ കടുപ്പം അറിയുന്നതിന് വേണ്ടിയിട്ട് മോസ് സ്കെയിൽ ഉപയോഗിക്കുന്നു. 1 മുതൽ 10 വരെയുള്ള ഡിജിറ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് നിർണ്ണയിക്കുന്നത്? ധാതുക്കളുടെ കടുപ്പം നമ്മൾ നിർണ്ണയിക്കുന്നത്. അടുത്ത് നമുക്ക് 10ാമത്തെ ചോദ്യം നോക്കാം.
ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ. ഓപ്ഷൻ എ സംവഹന വൃഷ്ടി, ഓപ്ഷൻ ബി ചക്രവാത വൃഷ്ടി, ഓപ്ഷൻ സി പർവ്വത വൃഷ്ടി, ഓപ്ഷൻ ഡി പ്രതിചക്രവാത വൃഷ്ടി. ആൻസർ ഓപ്ഷൻ എ സംവഹന വൃഷ്ടി. സംവഹന വൃഷ്ടിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. സംവഹന വൃഷ്ടി എന്ന് പറയുന്നത് ഭൂമധ്യരേഖ പ്രദേശത്ത് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം സമയങ്ങളിൽ കാണപ്പെടുന്ന ഇടിയോടുകൂടിയ മഴയാണ് എന്നു പറയുന്നത് സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. ഒന്നും കൂടി, ഭൂമധ്യരേഖാ പ്രദേശത്ത് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ കാണപ്പെടുന്ന ഇടിമുഴക്കത്തോടു കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. 11ാമത്തെ ചോദ്യം നോക്കാം. മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ. ഓപ്ഷൻ എ ചിനൂക്ക്, ഓപ്ഷൻ ബി ലൂ, ഓപ്ഷൻ സി മാംഗോ ഷവർ, ഓപ്ഷൻ ഡി കാൽ ബൈശാഖി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മാംഗോ ഷവറാണ്. മാംഗോ ഷവറുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കണം. മാംഗോ ഷവർ എന്ന് പറയുന്നത് മൺസൂൺ കാലത്തിന് മുന്നേ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന ഹ്രസ്വകാല ഇടിമിന്നലോടുകൂടിയ മഴയാണ് എന്നു പറയുന്നത് മാംഗോ ഷവർ എന്ന് പറയുന്നത്. കിഴക്കൻ കേരളത്തിലും കർണാടക, തമിഴ്നാട്, പശ്ചിമഘട്ടത്തിലെ ചില പ്രദേശങ്ങളിലും എന്ത് ചെയ്യുന്നു, ഈ മാംഗോ ഷവറിൻ്റെ ആനുകൂല്യം ലഭ്യമാകുന്നുണ്ട്. ഒന്നും കൂടി പറയുവാണ്, മൺസൂൺ കാലത്തിന് മുമ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിൽ അനുഭവിക്കുന്ന ഹ്രസ്വകാല ഇടിമഞ്ഞിലോടുകൂടിയ മഴയാണ് മാംഗോ ഷവർ എന്ന് പറയുന്നത്. ഇതിന് പ്രീ മൺസൂൺ ഷവർ എന്നും അറിയപ്പെടുന്നു. കിഴക്കൻ കേരളം, കർണാടക, തമിഴ്നാട്, പശ്ചിമഘട്ട മേഖലകൾ എന്നിവിടങ്ങളിലും ഈ മഴ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സൂര്യനെ പറ്റി സൂക്ഷ്മ പഠനത്തിന് ISRO വിക്ഷേപിച്ച പേടകം ഏതാണ്? ഓപ്ഷൻ എ ആദിത്യ L1, ഓപ്ഷൻ ബി വിക്രം, ഓപ്ഷൻ സി ആദിത്യ, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ആൻസർ എ ആണ്. ആദിത്യ L1 ആണ് സൂര്യനെ പറ്റിയിട്ടുള്ള സൂക്ഷ്മ പഠനത്തിന് ISRO വിക്ഷേപിച്ച പേടകമെന്ന് പറയുന്നത്. ആദിത്യ L1 2023 സെപ്റ്റംബർ 2-ാം തീയതിയാണ് ISRO വിക്ഷേപിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ആദിത്യ L1ൻ്റെ വിക്ഷേപണം നടക്കുന്നത്. ഇതിൻ്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച വാഹനം PSLV C-57 ആണ്. സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്, ആദിത്യ L1നെ ആര് വിക്ഷേപിക്കുന്നത്, ISRO വിക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ ആദിത്യ L1ൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. ഒന്നും കൂടി, സൂര്യനെ പറ്റിയിട്ടുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വിക്ഷേപിച്ച പേടകമാണ് ആദിത്യ L1. ആദിത്യ L1 2023 ഏപ്രിൽ 2-ാം തീയതിയാണ് ISRO ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്നത്. PSLV C-57 എന്ന പേടകത്തിലാണ് ആദിത്യ L1ൻ്റെ വിക്ഷേപണം. സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്തിനെ വിക്ഷേപിക്കുന്നത്, ആദിത്യ L1നെ ISRO വിക്ഷേപിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി M വിശ്വേശ്വരയ്യ, ഓപ്ഷൻ സി PC മഹലനോബിസ്, ഓപ്ഷൻ ഡി ഡോക്ടർ MS സ്വാമിനാഥൻ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് M വിശ്വേശ്വരയ്യയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. M വിശ്വേശ്വരയ്യെ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ അഥവാ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നതും M വിശ്വേശ്വരയ്യ ആണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ബുക്കുകളാണ് ഒന്നാമത്തേത് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ, രണ്ടാമത്തേത് റീകൺസ്ട്രക്റ്റിംഗ് ഇന്ത്യ, മൂന്നാമത്തേത് മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. ഇവ അദ്ദേഹത്തിൻ്റെ പ്രധാന ബുക്കുകളാണ്. മൈസൂരിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. ആധുനിക മൈസൂരിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. വിശ്വേശ്വര അയൺ സ്റ്റീൽ പ്ലാന്റ് 1923 മൈസൂരിൽ സ്ഥാപിതമായി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി M വിശ്വേശ്വര സ്ഥാപിച്ചത് നാഗ്പൂരിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വിശ്വേശ്വര നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ എന്തെന്ന് പറയുന്നത്
ആസ്ഥാനമെന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നതും പിതാവ് എന്നറിയപ്പെടുന്നതും എം വിശ്വേശ്വരയ്യയാണ്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ്. റീകൺസ്ട്രക്റ്റിംഗ് ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ്. ആധുനിക മൈസൂരിൻ്റെ ശില്പി എന്ന് പറയുന്നത് അദ്ദേഹത്തിനെയാണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് 1923 മൈസൂരിൽ രൂപീകരിച്ചു. വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരിലാണ്. ഇത്രയും കാര്യങ്ങൾ എം വിശ്വേശ്വരയ്യയുമായി ബന്ധപ്പെട്ടിട്ട് പഠിച്ചു വച്ചേക്കുക. ജവഹർലാൽ നെഹ്റുവും ഇന്ത്യ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവും ഇന്ത്യ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്ലാനിംഗ് കമ്മീഷന് അനുമതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച 1952 അനുമതി കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിലെ ഫസ്റ്റ് ചെയർമാനും ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ഫസ്റ്റ് ചെയർമാനും അദ്ദേഹമായിരുന്നു. 1938 കോൺഗ്രസിൻ്റെ ഹരിപുര സെക്ഷനിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലായിരുന്നു രൂപീകരിക്കുന്നത്? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇതിൻ്റെ അധ്യക്ഷനും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഒന്നുകൂടി, ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിലെ ആദ്യത്തെ ചെയർമാനും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1938 ഹരിപുര സെക്ഷനിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നു. ഈ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെയും ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. മൂന്നാമത്തെ വ്യക്തി PC മെഹ്ലനോബിസ് ആണ്. അദ്ദേഹത്തിനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് PC മെഹ്ലനോബിസിനെയാണ്. 1931 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് അദ്ദേഹമായിരുന്നു. സെക്കൻഡ് 5 ഇയർ പ്ലാനിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് ഇദ്ദേഹമായിരുന്നു. ഇതിനെ PC മെഹ്ലനോബിസ് പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ്റെ അംഗങ്ങളിൽ ഒരാളായിരുന്നു PC മെഹ്ലനോബിസ് എന്ന് പറയുന്നത്. ഒന്നും കൂടി, PC മെഹ്ലനോബിസുമായി ബന്ധപ്പെട്ട പ്രധാന ഫാക്ടറുകളിൽ ആദ്യത്തേത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് PC മെഹ്ലനോബിസിനെയാണ്. 1931 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് PC മെഹ്ലനോബിസ് ആയിരുന്നു. രണ്ടാം 5 ഇയർ പ്ലാന് രൂപകൽപ്പന നടത്തിയത് PC മെഹ്ലനോബിസ് ആയിരുന്നു. ഇതിനെ മെഹ്ലനോബിസ് പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആസൂത്രണ കമ്മീഷൻ്റെ അംഗങ്ങളിൽ ഒരാളും കൂടിയായിരുന്നു PC മെഹ്ലനോബിസ് എന്ന് പറയുന്നത്. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഒരാളെ പറ്റിയിട്ട് കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. MS സ്വാമിനാഥനെ പറ്റിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇനി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് MS സ്വാമിനാഥൻ. ലോക ഹരിത വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ലോകത്തറിയപ്പെടുന്നത് നോർമൻ ബോർലോഗിനെയും ആണ്. ഈ കാര്യം കൂടി ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പഠിച്ച് മനസ്സിലാക്കുക. നോർമൻ ബോർലോഗിനെയാണ്. ഈ കാര്യം കൂടി ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കുക. ഒന്നും കൂടി, 13ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവായിരുന്നു M വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത്. അടുത്ത് പഠിക്കാനുള്ളത് ന്യൂ എക്കണോമിക് പോളിസിയെ പറ്റിയിട്ടാണ്, അഥവാ പുത്തൻ സാമ്പത്തിക നയത്തെ പറ്റിയിട്ട് ആണ്. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ A ഉദാരവൽക്കരണം, ഓപ്ഷൻ B സ്വകാര്യവൽക്കരണം, ഓപ്ഷൻ C ആഗോളവൽക്കരണം, ഓപ്ഷൻ D ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ D ആണ്, ഇവയെല്ലാം. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു LPG ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. ഇത് പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രത്യേകതകൾ ആയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഉദാരവൽക്കരണം? ഉദാരവൽക്കരണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ കുറച്ചു കൊണ്ടുവന്ന് മാർക്കറ്റ് കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതാക്കി മാറ്റുന്നതിനെയാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നിയന്ത്രണം കുറച്ചു കൊണ്ടുവന്ന് മാർക്കറ്റിൽ എല്ലാവർക്കും ഇടപഴകാൻ പറ്റുന്ന രീതിയിലോട്ട് മാർക്കറ്റിൻ്റെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നതിനെയാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. എന്താണ് സ്വകാര്യവൽക്കരണം? പ്രധാനപ്പെട്ടിട്ടുള്ള മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലെല്ലാം പ്രൈവറ്റ് പാർട്ടീസിനെ കൂടി അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളെ കൂടി പങ്കെടുപ്പിക്കുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്.
ആഗോളവൽക്കരണം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ എക്കണോമി ലോക എക്കണോമിയുമായി ബന്ധപ്പെടുത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ 1991 സമയത്തായിരുന്നു ഇന്ത്യയിൽ എന്ത് രൂപീകരിച്ചത്, ഈ ന്യൂ 5 ഇയർ പ്ലാന് രൂപീകരിക്കുന്നത്. ഈ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് നരസിംഹ റാവു ആയിരുന്നു. ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരായിരുന്നു, മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇത് ആനുവൽ പ്ലാൻ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. 1990 to 92 എന്ന് പറയുന്നത് ആനുവൽ പ്ലാനിൻ്റെ കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 5 ഇയർ പ്ലാനും ഇല്ലായിരുന്നു. എന്നാൽ ചില പരീക്ഷകൾക്ക് 5 ഇയർ പ്ലാനോ ആനുവൽ പ്ലാനോ തരത്തില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ 8ാമത്തെ 5 ഇയർ പ്ലാനിൻ്റെ സമയത്താണ് എന്ത് നടന്നത്, ന്യൂ എക്കണോമിക് പോളിസി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് എഴുതുക. 1992-97 സമയത്തായിരുന്നു എന്തെന്ന് പറയുന്നത് 8ാമത്തെ 5 ഇയർ പ്ലാന് നമ്മൾ കടം കൊള്ളുന്നത്. മനസ്സിലായോ? ഒന്നും കൂടി, ഒരു പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതിൽ ഉദാരവൽക്കരണം എന്നാൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾ കുറച്ച് മാർക്കറ്റിൻ്റെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നതിനെയാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. പ്രധാന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ എക്കണോമിയെ ആഗോള അല്ലെങ്കിൽ ലോക എക്കണോമിയുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇനി പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 1991 നരസിംഹറാവു അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് അന്നത്തെ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ അഥവാ ധനകാര്യമന്ത്രിയും ആയിരുന്നു. ഈ സമയത്ത് ഒരു 5 ഇയർ പ്ലാൻ ഉണ്ടായിരുന്നില്ല. 1990-92 സമയത്തെ ആനുവൽ പ്ലാൻ അഥവാ വാർഷിക പദ്ധതിയുടെ സമയത്തായിരുന്നു ന്യൂ എക്കണോമിക് പ്ലാന് നമ്മളിവിടെ നടപ്പിലാക്കുന്നത്. എന്നാൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു 1990-91 വാർഷിക പദ്ധതികൾ എന്ന ഒരു ഓപ്ഷൻ ഇല്ല എങ്കിൽ 8ാം പഞ്ചവത്സര പദ്ധതി എന്ന് 8ാമത്തെ 5 ഇയർ പ്ലാൻ എന്ന് എഴുതുക. 8ാം 5 ഇയർ പ്ലാനിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1992-97 സമയത്ത് ആയിരുന്നു. അടുത്ത നമ്മൾ 15ാമത്തെ ക്വസ്റ്റ്യനാണ് പഠിക്കാൻ പോകുന്നത്. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം ഏതാണ്? ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം ഏതാണ്? ഓപ്ഷൻ എ ഡിസംബർ മുതൽ ജനുവരി വരെ, ഓപ്ഷൻ ബി ജൂൺ മുതൽ ജൂലൈ വരെ, ഓപ്ഷൻ സി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ, ഓപ്ഷൻ ഡി ഏപ്രിൽ മുതൽ മെയ് വരെ. ആൻസർ ഓപ്ഷൻ സി ആണ്. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം. പ്രധാനമായിട്ടും നമുക്ക് എക്സാം സിലബസിൽ 3 വിളകളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ആദ്യത്തേത് ഖാരിഫ്, രണ്ടാമത്തേത് റാബി വിളകൾ, മൂന്നാമത്തേത് സൈദ് വിളകൾ. ഇതിൽ ഖാരിഫ് വിളകൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും, റാബി വിളകൾ നവംബർ മുതൽ മാർച്ച് വരെയും, സൈദ് വിളകൾ മാർച്ച് മുതൽ ജൂൺ വരെയുമാണ് കൃഷി ചെയ്യുന്നത്. അതായത് ഖാരിഫ് വിളകളുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും, റാബി വിളകളുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിലും, സൈദ് വിളകളുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസത്തിലുമായിരിക്കും. നമുക്കിവിടെ ഉള്ളത് ഖാരിഫ് വിളകളാണ്. ഖാരിഫ് വിളകളുടെ വിളവെടുപ്പ് എപ്പോഴായിരിക്കും? സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിരിക്കും വിളവെടുപ്പ് നടക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ക്വസ്റ്റ്യൻ ഇതാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ഫിലിപ്പീൻസ്, ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ. ആൻസർ ഫിലിപ്പീൻസ് ആണ്. ദ ഏഷ്യൻ ഹോം ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസിനെയാണ്. ഫിലിപ്പീൻസിൽ ഇതുമായി ബന്ധപ്പെട്ട് IRRI അഥവാ ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 1960 രൂപീകരിച്ചു. ഈ ഒരു കാര്യം കൂടി ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 17ാമത്തെ ക്വസ്റ്റ്യൻ. 2002-2003 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. ഓപ്ഷൻ എ ടീം ഇന്ത്യ, ഓപ്ഷൻ ബി സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75, സ്മാർട്ട് സിറ്റി മിഷൻ, ഓപ്ഷൻ ഡി സ്വച്ഛ് ഭാരത് മിഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 75ാമത്തെ വർഷത്തിലായിരുന്നു. 75ാമത്തെ വർഷം ആരംഭിക്കുമ്പോഴായിരുന്നു ഇങ്ങനെ ഒരു പ്ലാൻ നമ്മൾ നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമഗ്രമായ വികസനമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 2022-23 കാലയളവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്.
43 പ്രധാന മേഖലകളെ ഉൾപ്പെടുത്തിയ ചിന്താധാരകളായിരുന്നു ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഇൻക്ലൂസീവ് ഗ്രോത്തിന് ഇമ്പോർട്ടൻ്റ് നൽകുന്നു. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അഥവാ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ എല്ലാം 41 ഏരിയ കണ്ടെത്തിയെന്ന് പറയില്ലേ, ഈ 41 മേഖലകളിലെയും അല്ലെങ്കിൽ 41 പ്രധാന മേഖലകളിലെയും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള വികസനത്തിനെയാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്ലൂസീവ് ഗ്രോത്തിന് എന്ത് ഇമ്പോർട്ടൻസ് കൊടുത്തു? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ @ 75 ഇമ്പോർട്ടൻസ് കൊടുത്തു. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അഥവാ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് എന്ത് ഇമ്പോർട്ടൻ്റ് കൊടുത്തു? ഈ പദ്ധതി ഇമ്പോർട്ടൻ്റ് കൊടുത്തു. ഫാമേഴ്സിൻ്റെ ഇൻകം 2 ഇരട്ടി ആക്കുന്നതിന് ഈ പദ്ധതി എന്ത് കൊടുത്തു? ഇമ്പോർട്ടൻ്റ് കൊടുത്തു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അഥവാ സുസ്ഥിര വികസനത്തിന് ഈ പദ്ധതി എന്ത് കൊടുത്തു? അനുമതി കൊടുത്തു. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ, ഇന്നൊവേഷൻ എന്നിവയ്ക്കും കൂടുതൽ പ്രാധാന്യം ഈ പദ്ധതി കൊടുത്തു. ഒന്നും കൂടി, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ, ഇന്നൊവേഷൻ എന്നിവയ്ക്കും കൂടുതൽ പ്രാധാന്യം ഈ പദ്ധതി കൊടുത്തു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2022-2023 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ @ 75 എന്നതാണ് ഈ പദ്ധതിയുടെ പേരെന്ന് പറയുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമഗ്ര വികസനമാണ്. ഈ പദ്ധതി നടപ്പിലാക്കിയത് 2022-2023 കാലയളവിലായിരുന്നു. 41 പ്രധാന മേഖലകൾ ഉൾപ്പെടുത്തിയതായിരുന്നു ഈ പദ്ധതി എന്ന് പറയുന്നത്. ഈ 43 മേഖലകളിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഒന്നാമത്തേത് ഇൻക്ലൂസീവ് ഗ്രോത്തിനായിരുന്നു, രണ്ടാമത്തേത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായിരുന്നു, മൂന്നാമത്തേത് ഫാമേഴ്സിൻ്റെ സാലറി 2 ഇരട്ടി വർദ്ധിപ്പിക്കുന്നതിനായിരുന്നു, മൂന്നാമത്തേത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനായിരുന്നു, അവസാനത്തേത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ, ഇന്നൊവേഷൻ എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനായിരുന്നു. അടുത്ത 18ാമത്തെ ചോദ്യമാണ്. 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ആൻസർ 38 ആണ്. 38ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ത് ചെയ്തേ? ഈ സർവേയിൽ അല്ലെങ്കിൽ ഈ സൂചികയിൽ ഫിനിഷ് ചെയ്തത്. ഇതിനു മുന്നേ 2018 ഈ സൂചിക പുറപ്പെടുവിപ്പിച്ചത്. അന്ന് ഇന്ത്യയുടെ സ്ഥാനം 44 ആയിരുന്നു. 2014 അവർ എന്ത് ചെയ്യുന്ന സമയത്ത്, ഈ സൂചിക പുറപ്പെടുവിപ്പിക്കുന്ന സമയത്ത് 54ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ഫിനിഷ് ചെയ്തിരുന്നത്. പ്രധാനമായിട്ടും 6 കാര്യങ്ങളെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ സൂചിക പുറപ്പെടുവിപ്പിക്കുന്നത്. ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കാം. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏത്? തെറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ല, തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന പൂർണ്ണ സമ്മേളനത്തിലാണ്. രണ്ടാമത്തേത്, ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. മൂന്നാമത്തേത്, ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെ ആയിരുന്നു. നാലാമത്തേത്, ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. ഇതിൽ 4ാമത്തെ ഓപ്ഷൻ തെറ്റാണ്, ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. 19ാമത്തെ എൻ്റെ ആൻസർ ബി ആണ്. 19ാമത്തെ ആൻസർ ബി ആണ്. ഓരോന്നായിട്ട് നോക്കാം. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന പൂർണ്ണ സമ്മേളനമായിരുന്നു. ഇത് ശരിയായിട്ടുള്ളൊരു കാര്യം ആണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതും ശരിയായിട്ടുള്ള കാര്യമായിരുന്നു. 13ാമത്തെ ചോദ്യം. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി PM വിശ്വേശ്വരയ്യ, ഓപ്ഷൻ സി PC മഹലനോബിസ്, ഓപ്ഷൻ ഡി ഡോക്ടർ MS സ്വാമിനാഥൻ. ആൻസർ ബി ആണ്, M വിശ്വേശ്വരയ്യ. M വിശ്വേശ്വരയ്യയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. M വിശ്വേശ്വരയ്യെ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ അഥവാ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നതും M വിശ്വേശ്വരയ്യ ആണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ബുക്കുകളാണ് ഒന്നാമത്തേത് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ, രണ്ടാമത്തേത് റീകൺസ്ട്രക്റ്റിംഗ് ഇന്ത്യ, മൂന്നാമത്തേത് മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. ഇവ അദ്ദേഹത്തിൻ്റെ പ്രധാന ബുക്കുകളാണ്. മൈസൂരിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. ആധുനിക മൈസൂരിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. വിശ്വേശ്വര അയൺ സ്റ്റീൽ പ്ലാന്റ് 1923 മൈസൂരിൽ സ്ഥാപിതമായി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി M വിശ്വേശ്വര സ്ഥാപിച്ചത് നാഗ്പൂരിലാണ്
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, വിശ്വേശ്വര നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ എന്തെന്ന് പറയുന്നത് ആസ്ഥാനമെന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നതും പിതാവ് എന്നറിയപ്പെടുന്നതും എം വിശ്വേശ്വരയ്യയാണ്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ്. റീകൺസ്ട്രക്റ്റിംഗ് ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ്. ആധുനിക മൈസൂരിൻ്റെ ശില്പി എന്ന് പറയുന്ന അദ്ദേഹത്തിനെയാണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് 1923 മൈസൂരിൽ രൂപീകരിച്ചു. വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരിലാണ്. ഇത്രയും കാര്യങ്ങൾ എം വിശ്വേശ്വരയ്യയുമായി ബന്ധപ്പെട്ടിട്ട് പഠിച്ചു വച്ചേക്കുക. ജവഹർലാൽ നെഹ്റുവും ഇന്ത്യ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവും ഇന്ത്യ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്ലാനിംഗ് കമ്മീഷന് അനുമതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച 1952 അനുമതി കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിലെ ഫസ്റ്റ് ചെയർമാനും ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ഫസ്റ്റ് ചെയർമാനും അദ്ദേഹമായിരുന്നു. 1938 കോൺഗ്രസിൻ്റെ ഹരിപുര സെക്ഷനിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലായിരുന്നു രൂപീകരിക്കുന്നത്? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇതിൻ്റെ അധ്യക്ഷനും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഒന്നുകൂടി, ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിലെ ആദ്യത്തെ ചെയർമാനും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1938 ഹരിപുര സെക്ഷനിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നു. ഈ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെയും ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. മൂന്നാമത്തെ വ്യക്തി PC മഹലനോബിസ് ആണ്. അദ്ദേഹത്തിനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് PC മഹലനോബിസിനെയാണ്. 1931 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് അദ്ദേഹമായിരുന്നു. സെക്കൻഡ് 5 ഇയർ പ്ലാനിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത് ഇദ്ദേഹമായിരുന്നു. ഇതിനെ PC മഹലനോബിസ് പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ്റെ അംഗങ്ങളിൽ ഒരാളായിരുന്നു PC മഹലനോബിസ് എന്ന് പറയുന്നത്. ഒന്നും കൂടി, PC മഹലനോബിസുമായി ബന്ധപ്പെട്ട പ്രധാന ഫാക്ടറുകളിൽ ആദ്യത്തേത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് PC മഹലനോബിസിനെയാണ്. 1931 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് PC മഹലനോബിസ് ആയിരുന്നു. രണ്ടാം 5 ഇയർ പ്ലാന് രൂപകൽപ്പന നടത്തിയത് PC മഹലനോബിസ് ആയിരുന്നു. ഇതിനെ മഹലനോബിസ് പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആസൂത്രണ കമ്മീഷൻ്റെ അംഗങ്ങളിൽ ഒരാളും കൂടിയായിരുന്നു PC മഹലനോബിസ് എന്ന് പറയുന്നത്. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഒരാളെ പറ്റിയിട്ട് കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. MS സ്വാമിനാഥനെ പറ്റിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇനി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് MS സ്വാമിനാഥൻ. ലോക ഹരിത വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ലോകത്തറിയപ്പെടുന്നത് നോർമൻ ബോർലോഗിനെയും ആണ്. ഈ കാര്യം കൂടി ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പഠിച്ച് മനസ്സിലാക്കുക. നോർമൻ ബോർലോഗിനെയാണ്. ഈ കാര്യം കൂടി ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കുക. ഒന്നും കൂടി, 13ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവായിരുന്നു M വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത്. അടുത്ത് പഠിക്കാനുള്ളത് ന്യൂ എക്കണോമിക് പോളിസിയെ പറ്റിയിട്ടാണ്, അഥവാ പുത്തൻ സാമ്പത്തിക നയത്തെ പറ്റിയിട്ട് ആണ്. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ A ഉദാരവൽക്കരണം, ഓപ്ഷൻ B സ്വകാര്യവൽക്കരണം, ഓപ്ഷൻ C ആഗോളവൽക്കരണം, ഓപ്ഷൻ D ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ D ആണ്, ഇവയെല്ലാം. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു LPG ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. ഇത് പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രത്യേകതകൾ ആയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഉദാരവൽക്കരണം? ഉദാരവൽക്കരണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ കുറച്ചു കൊണ്ടുവന്ന് മാർക്കറ്റ് കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതാക്കി മാറ്റുന്നതിനെയാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നിയന്ത്രണം കുറച്ചു കൊണ്ടുവന്ന് മാർക്കറ്റിൽ എല്ലാവർക്കും ഇടപഴകാൻ പറ്റുന്ന രീതിയിലോട്ട് മാർക്കറ്റിൻ്റെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നതിനെയാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്.
എന്താണ് സ്വകാര്യവൽക്കരണം? പ്രധാനപ്പെട്ടിട്ടുള്ള മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലെല്ലാം പ്രൈവറ്റ് പാർട്ടീസിനെ കൂടി അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളെ കൂടി പങ്കെടുപ്പിക്കുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. ആഗോളവൽക്കരണം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ എക്കണോമി ലോക എക്കണോമിയുമായി ബന്ധപ്പെടുത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ 1991 സമയത്തായിരുന്നു ഇന്ത്യയിൽ എന്ത് രൂപീകരിച്ചത്? ഈ ന്യൂ 5 ഇയർ പ്ലാന് രൂപീകരിക്കുന്നത്. ഈ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് നരസിംഹ റാവു ആയിരുന്നു. ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇത് ആനുവൽ പ്ലാൻ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. 1990 to 92 എന്ന് പറയുന്നത് ആനുവൽ പ്ലാനിൻ്റെ കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 5 ഇയർ പ്ലാനും ഇല്ലായിരുന്നു. എന്നാൽ ചില പരീക്ഷകൾക്ക് 5 ഇയർ പ്ലാനോ ആനുവൽ പ്ലാനോ തരത്തില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ 8ാമത്തെ 5 ഇയർ പ്ലാനിൻ്റെ സമയത്താണ് എന്ത് നടന്നത്? ന്യൂ എക്കണോമിക് പോളിസി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് എഴുതുക. 1992-97 സമയത്തായിരുന്നു എന്തെന്ന് പറയുന്നത് 8ാമത്തെ 5 ഇയർ പ്ലാന് നമ്മൾ കടം കൊള്ളുന്നത്. മനസ്സിലായോ? ഒന്നും കൂടി, ഒരു പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതിൽ ഉദാരവൽക്കരണം എന്നാൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾ കുറച്ച് മാർക്കറ്റിൻ്റെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നതിനെയാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. പ്രധാന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ എക്കണോമിയെ ആഗോള അല്ലെങ്കിൽ ലോക എക്കണോമിയുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇനി പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 1991 നരസിംഹറാവു അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് അന്നത്തെ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ അഥവാ ധനകാര്യമന്ത്രിയും ആയിരുന്നു. ഈ സമയത്ത് ഒരു 5 ഇയർ പ്ലാൻ ഉണ്ടായിരുന്നില്ല. 1990-92 സമയത്തെ ആനുവൽ പ്ലാൻ അഥവാ വാർഷിക പദ്ധതിയുടെ സമയത്തായിരുന്നു ന്യൂ എക്കണോമിക് പ്ലാന് നമ്മളിവിടെ നടപ്പിലാക്കുന്നത്. എന്നാൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു 1990-91 വാർഷിക പദ്ധതികൾ എന്ന ഒരു ഓപ്ഷൻ ഇല്ല എങ്കിൽ 8ാം പഞ്ചവത്സര പദ്ധതി എന്ന് 8ാമത്തെ 5 ഇയർ പ്ലാൻ എന്ന് എഴുതുക. 8ാം 5 ഇയർ പ്ലാനിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1992-97 സമയത്ത് ആയിരുന്നു. അടുത്ത നമ്മൾ 15ാമത്തെ ക്വസ്റ്റ്യനാണ് പഠിക്കാൻ പോകുന്നത്. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം ഏതാണ്? ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം ഏതാണ്? ഓപ്ഷൻ എ ഡിസംബർ മുതൽ ജനുവരി വരെ, ഓപ്ഷൻ ബി ജൂൺ മുതൽ ജൂലൈ വരെ, ഓപ്ഷൻ സി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ, ഓപ്ഷൻ ഡി ഏപ്രിൽ മുതൽ മെയ് വരെ. ആൻസർ ഓപ്ഷൻ സി ആണ്. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം. പ്രധാനമായിട്ടും നമുക്ക് എക്സാം സിലബസിൽ 3 വിളകളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ആദ്യത്തേത് ഖാരിഫ്, രണ്ടാമത്തേത് റാബി വിളകൾ, മൂന്നാമത്തേത് സൈദ് വിളകൾ. ഇതിൽ ഖാരിഫ് വിളകൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയും, റാബി വിളകൾ നവംബർ മുതൽ മാർച്ച് വരെയും, സൈദ് വിളകൾ മാർച്ച് മുതൽ ജൂൺ വരെയുമാണ് കൃഷി ചെയ്യുന്നത്. അതായത് ഖാരിഫ് വിളകളുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും, റാബി വിളകളുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിലും, സൈദ് വിളകളുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസത്തിലുമായിരിക്കും. നമുക്കിവിടെ ഉള്ളത് ഖാരിഫ് വിളകളാണ്. ഖാരിഫ് വിളകളുടെ വിളവെടുപ്പ് എപ്പോഴായിരിക്കും? സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിരിക്കും വിളവെടുപ്പ് നടക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ക്വസ്റ്റ്യൻ ഇതാണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ഫിലിപ്പീൻസ്, ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ. ആൻസർ ഫിലിപ്പീൻസ് ആണ്. ദ ഏഷ്യൻ ഹോം ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസിനെയാണ്. ഫിലിപ്പീൻസിൽ ഇതുമായി ബന്ധപ്പെട്ട് IRRI അഥവാ ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 1960 രൂപീകരിച്ചു. ഈ ഒരു കാര്യം കൂടി ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 2002-2003 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. ഓപ്ഷൻ എ ടീം ഇന്ത്യ, ഓപ്ഷൻ ബി സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75, സ്മാർട്ട് സിറ്റി മിഷൻ, ഓപ്ഷൻ ഡി സ്വച്ഛ് ഭാരത് മിഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 75ാമത്തെ വർഷത്തിലായിരുന്നു. 75ാമത്തെ വർഷം ആരംഭിക്കുമ്പോഴായിരുന്നു ഇങ്ങനെ ഒരു പ്ലാൻ നമ്മൾ നടപ്പിലാക്കുന്നത്.
ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമഗ്രമായ വികസനമാണ്. ഇന്ത്യയുടെ സമഗ്രമായ വികസനമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 2022-23 കാലയളവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 43 പ്രധാന മേഖലകളെ ഉൾപ്പെടുത്തിയ ചിന്താധാരകളായിരുന്നു ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഇൻക്ലൂസീവ് ഗ്രോത്തിന് ഇമ്പോർട്ടൻ്റ് നൽകുന്നു. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അഥവാ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ എല്ലാം 41 ഏരിയ കണ്ടെത്തിയെന്ന് പറയില്ലേ, ഈ 41 മേഖലകളിലെയും അല്ലെങ്കിൽ 41 പ്രധാന മേഖലകളിലെയും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള വികസനത്തിനെയാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്ലൂസീവ് ഗ്രോത്തിന് എന്ത് ഇമ്പോർട്ടൻസ് കൊടുത്തു? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ @75 ഇമ്പോർട്ടൻസ് കൊടുത്തു. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അഥവാ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് എന്ത് ഇമ്പോർട്ടൻ്റ് കൊടുത്തു? ഈ പദ്ധതി ഇമ്പോർട്ടൻ്റ് കൊടുത്തു. ഫാമേഴ്സിൻ്റെ ഇൻകം 2 ഇരട്ടി ആക്കുന്നതിന് ഈ പദ്ധതി എന്ത് കൊടുത്തു? ഇമ്പോർട്ടൻ്റ് കൊടുത്തു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അഥവാ സുസ്ഥിര വികസനത്തിന് ഈ പദ്ധതി എന്ത് കൊടുത്തു? അനുമതി കൊടുത്തു. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ, ഇന്നൊവേഷൻ എന്നിവയ്ക്കും കൂടുതൽ പ്രാധാന്യം ഈ പദ്ധതി കൊടുത്തു. ഒന്നും കൂടി, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ, ഇന്നൊവേഷൻ എന്നിവയ്ക്കും കൂടുതൽ പ്രാധാന്യം ഈ പദ്ധതി കൊടുത്തു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2022-2023 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ @75 എന്നതാണ് ഈ പദ്ധതിയുടെ പേരെന്ന് പറയുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമഗ്ര വികസനമാണ്. ഈ പദ്ധതി നടപ്പിലാക്കിയത് 2022-23 കാലയളവിലായിരുന്നു. 41 പ്രധാന മേഖലകൾ ഉൾപ്പെടുത്തിയതായിരുന്നു ഈ പദ്ധതി എന്ന് പറയുന്നത്. ഈ 43 മേഖലകളിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഒന്നാമത്തേത് ഇൻക്ലൂസീവ് ഗ്രോത്തിനായിരുന്നു, രണ്ടാമത്തേത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായിരുന്നു, മൂന്നാമത്തേത് ഫാമേഴ്സിൻ്റെ സാലറി 2 ഇരട്ടി വർദ്ധിപ്പിക്കുന്നതിനായിരുന്നു, മൂന്നാമത്തേത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനായിരുന്നു, അവസാനത്തേത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ, ഇന്നൊവേഷൻ എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനായിരുന്നു. അടുത്ത 18ാമത്തെ ചോദ്യമാണ്. 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ആൻസർ 38 ആണ്. 38ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ത് ചെയ്തത്? ഈ സർവേയിൽ അല്ലെങ്കിൽ ഈ സൂചികയിൽ ഫിനിഷ് ചെയ്തത്. ഇതിനു മുന്നേ 2018 ഈ സൂചിക പുറപ്പെടുവിപ്പിച്ചത്. അന്ന് ഇന്ത്യയുടെ സ്ഥാനം 44 ആയിരുന്നു. 2014 അവർ എന്ത് ചെയ്യുന്ന സമയത്ത്, ഈ സൂചിക പുറപ്പെടുവിപ്പിക്കുന്ന സമയത്ത് 54ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ഫിനിഷ് ചെയ്തിരുന്നത്. പ്രധാനമായിട്ടും 6 കാര്യങ്ങളെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ സൂചിക പുറപ്പെടുവിപ്പിക്കുന്നത്. ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കാം. നമുക്കിനി 19ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? ഒന്നാമത്തേത്, ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന പൂർണ്ണ സമ്മേളനത്തിലാണ്. രണ്ടാമത്തേത്, ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. മൂന്നാമത്തേത്, ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. നാലാമത്തേത്, ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. ഇതിൽ 4ാമത്തെ ഓപ്ഷൻ തെറ്റാണ്, ബാക്കിയുള്ളതെല്ലാം ശരിയായിട്ടുള്ളതാണ്. ഈ ഓപ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ളത് ആൻസർ ബി ആണ്. ഓപ്ഷൻ ബി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. നമുക്കിനി ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന പൂർണ്ണ സമ്മേളനത്തിലാണ്. ശരിയാണ്. 1947 ജാനുവരി 22-ാം തീയതി കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയുടെ ഒരു പൂർണ്ണ സമ്മേളനം നടക്കുന്നു. ഈ പൂർണ്ണ സമ്മേളനത്തിലായിരുന്നു എന്ത് ചെയ്യുന്നത്? ഹിന്ദിയിലും ഇംഗ്ലീഷിലും കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതണമെന്ന അഥവാ ഭരണഘടന എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിക്കപ്പെടുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതും ശരിയാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അന്നത്തെ ചെയർമാനായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ചെയർമാനായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലായിരുന്നു. അതെ, പിന്നീട് ഇന്ത്യയുടെ പ്രിയാമ്പിൾ, ഭരണഘടനയുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖമായി മാറുന്ന ലക്ഷ്യപ്രമേയം അംഗീകരിച്ച സമ്മേളനം കൂടിയായിരുന്നു ഈ സമ്മേളനം എന്ന് പറയുന്നത്. ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അന്ന് ഈ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മുന്നിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മുന്നിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എതിർക്കേണ്ട ഒരു ആവശ്യവുമില്ല. 4ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു എന്ന ഓപ്ഷൻ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 20ാമത്തെ ചോദ്യം,
താഴെ തന്നിരിക്കുന്നതിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഒന്ന്, OIC എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, ഭരണഘടനയുടെ രണ്ടാം ഭാഗത്ത് പൗരത്വത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ, ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു. നാലാമത്തേത്, ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസയുടെ ആവശ്യമില്ല. എല്ലാ ആൻസറും ശരിയായിട്ടുള്ളതാണ്. നമുക്കൊന്നും കൂടി നോക്കാം. OIC എന്ന് പറയുന്നത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നതാണ് OICയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജനിച്ച് വിദേശത്ത് താമസിക്കുന്ന ഒരു പ്രവാസിക്ക് പൗരത്വം പോലുള്ള നിയമപരമായ അംഗീകാരങ്ങൾ നൽകുന്ന സംവിധാനത്തെയാണ് OIC എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ഭാഗം 2-ലാണ് എന്തിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്? സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത്. ഒന്നാമത്തേൽ പറയുന്നത് യൂണിയൻ ആൻഡ് ടെറിട്ടറിയെ പറ്റിയിട്ടാണ്. രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടാണ്. മൂന്നാമത്തേൽ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഫണ്ടമെൻ്റൽ റൈറ്റിനെ പറ്റിയിട്ടാണ്. നാലാമത്തേൽ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? DPSPയെ പറ്റിയിട്ടാണ്. ഇപ്രകാരം പാർട്ടിനെ പറ്റിയിട്ട് ഒരു ചെറുതായിട്ടുള്ളൊരു അറിവ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും ഉണ്ടാവണമെന്ന് കൂടി ഞാൻ ഇവിടെ പറയുകയാണ്. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ, ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. യഥാർത്ഥത്തിൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ, ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ എന്തിനെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്? പൗരത്വത്തെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. 6 മുതൽ 11 വരെയും പൗരത്വത്തെ പറ്റിയിട്ട് തന്നെയാണ് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻ ശരിയായിട്ട് എടുക്കാം. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസയുടെ ആവശ്യമില്ല. 1950 വെച്ചിട്ടുള്ള ഒരു ട്രീറ്റിയുടെ ഭാഗമായിട്ട്, ഇന്ത്യയും നേപ്പാളും തമ്മിൽ വെച്ചിട്ടുള്ള ഒരു ട്രീറ്റിയുടെ ഭാഗമായിട്ട് ഇന്ത്യക്കാർക്ക് എവിടെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്? നേപ്പാൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വിസയുടെ ആവശ്യമില്ല. നേപ്പാളുകാർക്ക് ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടിയിട്ടും 1950 വെച്ച ഈ ട്രീറ്റ് പ്രകാരം എന്തിൻ്റെ ആവശ്യമില്ല? വിസയുടെ ആവശ്യം ഇല്ല. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 21ാമത്തെ ചോദ്യമാണ്. ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണ് അത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിലടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ, പണ്ഡിറ്റ് താക്കൂർദാസ്. ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. മൂന്നാമത്തെ ഓപ്ഷൻ ജസ്റ്റിസ് ഹിദായത്തുള്ള. നാലാമത്തെ ഓപ്ഷൻ ഇവരാരുമല്ല. ആൻസർ ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. ഓപ്ഷൻ 3 വരുന്നത് സി ആണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഹിദായത്തുള്ളയെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹിദായത്തുള്ള എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. 1979-84 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് രാജ്യസഭയുടെ ചെയർമാൻ കൂടിയാണ്. ഹിദായത്തുള്ളയെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി കുറച്ച് ആൾക്കാരുടെ അല്ലെങ്കിൽ ഈ ആമുഖത്തിൻ്റെ വിശേഷണങ്ങൾ എന്ന് പറയുന്നത് പൊളിറ്റിയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു പ്രധാനപ്പെട്ട പാഠഭാഗമാണ്. നമുക്കിതിൽ KM മുൻഷി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്നാണ്. പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് അഥവാ രാഷ്ട്രീയ ജാതകമെന്ന് KM മുൻഷി ആമുഖത്തെ പറ്റി പറഞ്ഞു. എന്നാൽ പൽക്കിവാല എന്ന് പറയുന്ന പുള്ളിക്കാരൻ ആമുഖത്തെ പറ്റി പറഞ്ഞത് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് അഥവാ ഐഡന്റിറ്റി കാർഡ് എന്നാണ്. ഏണസ്റ്റ് ബാർക്കർ എന്ന് പറയുന്ന പുള്ളി കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞത് ഭരണഘടനയുടെ താക്കോൽ എന്നാണ്. പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ് ഭരണഘടനയെ പറ്റി പറഞ്ഞത് പ്രിയാമ്പിളിനെ പറ്റി പറഞ്ഞത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്നാണ്. ജവഹർലാൽ നെഹ്റു ആമുഖത്തെ പറ്റി പറഞ്ഞത് ഭരണഘടനയുടെ ആത്മാവ് അല്ലെങ്കിൽ താക്കോല് എന്നാണ്. എന്തിനെപ്പറ്റി പറഞ്ഞത്? പ്രിയാമ്പിളിനെ പറ്റിയിട്ട് പറഞ്ഞത്. ഒന്നും കൂടെ, KM മുൻഷി ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞു. NA പൽക്കിവാല ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം എന്ന് പറഞ്ഞു. ഏണസ്റ്റ് ബാർക്കർ ഭരണഘടനയുടെ താക്കോലാണ് ആമുഖം എന്ന് പറഞ്ഞു. താക്കൂർദാസ് ഭാർഗവ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് പ്രിയാമ്പിൾ അഥവാ ആമുഖം എന്ന് പറഞ്ഞു. ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആത്മാവ് അല്ലെങ്കിൽ താക്കോലാണ് എന്തെന്ന് പറഞ്ഞു? ആമുഖമെന്ന് പറഞ്ഞു വെച്ചു. ഇനി നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യനെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടത്. 22ാമത്തെ ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ശരിയായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, ചില മൗലിക അവകാശങ്ങൾ ഏത് വ്യക്തിക്കും ലഭിക്കും. അതും ശരിയായിട്ടുള്ള കാര്യമാണ്.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. നാലാമത്തെ ഓപ്ഷൻ, പൊതുതൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. 22ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 22ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അഡീഷണൽ ഫാക്റ്റും കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റാണ് 15ാമത്തേത്, 16ാമത്തേത്, 19ാമത്തേത്, 29ാമത്തേത്, 30ാമത്തേത്. ഇത്രയും ഫണ്ടമെൻ്റൽ റൈറ്റിന് ഇന്ത്യൻ പൗരന്മാർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസണിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. ചില മൗലിക അവകാശങ്ങൾ എല്ലാ വ്യക്തികൾക്കും ലഭിക്കും. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 21 പോലുള്ളവ ഇന്ത്യൻ സിറ്റിസണിനും നോൺ സിറ്റിസണിനും ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ്. നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ഉണ്ട്. ആർട്ടിക്കിൾ 14 ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. പൊതുതൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. ശരിയായിട്ടുള്ള കാര്യമാണ്. ആർട്ടിക്കിൾ 16 ക്ലോസ് 1 പൊതുതൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്കിനി പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഇന്ത്യ പ്രധാനമായിട്ടും ഏതെല്ലാം രാജ്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കടമെടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് പഠിച്ചു മാറ്റേണ്ടതായിട്ട് ഉള്ളത്. ഒന്നാമത്തേത് നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് അയർലാൻഡിൽ നിന്നാണ്. മൗലിക കർത്തവ്യങ്ങളാണ്. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കടമെടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. മൂന്നാമത്തേത് അവശിഷ്ട അധികാരങ്ങളാണ്. അവശിഷ്ട അധികാരങ്ങൾ ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതി കടമെടുത്തിട്ടുള്ളത് 4A ആണ്. എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വരുന്നത് എത്രാമത്തെ ഓപ്ഷനാണ്? ഓപ്ഷൻ A ആണ്. ഇവിടെ ബോറോയിഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നൊരു സാധനം, ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതിന് മുന്നേ, ഭരണഘടന ഉണ്ടാക്കുന്നതിന് മുന്നേ ചില രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് സ്യൂട്ടബിളായിട്ട് തോന്നിയിട്ടുള്ള ചില പ്രത്യയശാസ്ത്രങ്ങൾ കടമെടുത്തിട്ടുണ്ട്. ഈ കടമെടുത്ത പ്രധാന പ്രത്യയശാസ്ത്രങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ളതാണ് എന്നത് എല്ലാ പരീക്ഷകൾക്കും പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് പഠിക്കാതെ ഒരു പരീക്ഷയ്ക്കും പോകരുത്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ള വസ്തുതകൾ ഒന്ന് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡേഷ് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 24ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡേഷ് സ്ഥാനത്തുള്ള തിരഞ്ഞെടുപ്പിനെ പറ്റി താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. 1, ഇന്ത്യൻ പൗരനായിരിക്കണം. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. 35 വയസ്സ് വേണ്ടത് ഇന്ത്യയുടെ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമാണ്. ബാക്കിയുള്ള ഓപ്ഷനെല്ലാം ഇവിടെ നിന്ന് ക്യാൻസലാക്കാം. ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്. രാജ്യസഭ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഇത് വൈസ് പ്രസിഡന്റിൻ്റെ അവകാശം മാത്രമാണ്. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി, വൈസ് പ്രസിഡന്റ് ആണ് എന്തെന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത്. ഉപരാഷ്ട്രപതിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഉപരാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 66 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 84 ഒരു പാർലമെൻ്റ് ആകാൻ, രാജ്യസഭാ അംഗമായിട്ടോ അല്ലെങ്കിൽ ലോകസഭാ അംഗമായിട്ടോ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗ്യതകളെ പറ്റി പറയുന്നു. ആർട്ടിക്കിൾ 58 പ്രസിഡന്റിൻ്റെ യോഗ്യതകളെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 157 ഗവർണറിൻ്റെ യോഗ്യതയെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളുകളാണ്. ഒന്നുകൂടി, ഒരു ഉപരാഷ്ട്രപതി ആയിരിക്കേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായിട്ടുള്ള ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഇതിൻ്റെ കൂടെ കണക്റ്റീവ് ഫാക്റ്റായിട്ട് കുറച്ച് ആർട്ടിക്കിൾ പഠിക്കുക. ആദ്യത്തെ ആർട്ടിക്കിൾ 66 ആണ്. ആർട്ടിക്കിൾ 66 ഉപരാഷ്ട്രപതിയുടെ യോഗ്യതയെപ്പറ്റി പറയുന്നു. രണ്ടാമത്തേത് ആർട്ടിക്കിൾ 84 ആണ്. പാർലമെൻറ്റ് അംഗങ്ങളാകാൻ വേണ്ട യോഗ്യതയെപ്പറ്റി പറയുന്നു. പാർലമെൻറ്റ് അംഗങ്ങൾ അഥവാ ലോകസഭയുടെയോ രാജ്യസഭയുടെയോ മെമ്പറാകാൻ വേണ്ടിയിട്ടുള്ള യോഗതയെ പറ്റിയിട്ട് പറയുന്നു. അടുത്തത് ആർട്ടിക്കിൾ 58 ആണ്. ഒരു പ്രസിഡന്റിനാകാൻ വേണ്ട യോഗ്യതയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ആർട്ടിക്കിൾ 157 ആണ്. ഗവർണർ ആകാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യനാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യനാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകം രചിച്ചത് ഹാംഫ്രി ബർക്കലി ആയിരുന്നു. നിയമങ്ങളുടെ അന്തസത്ത എന്ന പുസ്തകം രചിച്ചത്, അഥവാ സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് മൊണ്ടസ്ക്യൂ ആയിരുന്നു. ഇന്ത്യ 2020 എന്ന പുസ്തകം രചിച്ചത് APJ അബ്ദുൽ കലാം ആയിരുന്നു. മൈ ട്രൂത്ത് എന്ന പുസ്തകം രചിച്ചത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്.
അടുത്ത ശരിയായിട്ടുള്ള ജോഡികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ് 26-ാമത്തേത്. അത് നമുക്ക് നോക്കാം. ബൽവന്ത് റോയ് കമ്മിറ്റി. ബൽവന്ത് റോയ് കമ്മിറ്റിയുടെ രൂപീകരണം 1957-ലാണ്. രണ്ടാമത്തേത് പി കെ തുങ്കൻ കമ്മിറ്റി, തുങ്കൻ കമ്മീഷൻ. പി കെ തുങ്കൻ കമ്മീഷൻ്റെ രൂപീകരണം 1977-ലാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ളതാണ്. മൂന്നാമത്തേത് അശോക് മേത്ത കമ്മീഷനാണ്. അശോക് മേത്ത കമ്മീഷൻ്റെ രൂപീകരണം 1977-ലാണ്. നാലാമത്തേത് സർക്കാരിയ കമ്മീഷനാണ്. സർക്കാരിയ കമ്മീഷൻ്റെ രൂപീകരണം 1983-ലാണ്. ഓപ്ഷൻ 2 ആണ് തെറ്റായിട്ടുള്ളത്. അതായത് സി ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് എന്ന് പറയാം. നമുക്ക് ഈ കമ്മിറ്റികളെ പറ്റിയിട്ടൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേത് ബൽവന്ത് റോയ് കമ്മിറ്റിയാണ്. ബൽവന്ത് റായ് കമ്മീഷനെ പറ്റിയിട്ടാണ് ആദ്യം പഠിക്കേണ്ടത്. 1957-ലാണ് ബൽവന്ത് റോയ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളെ പറ്റി വിലയിരുത്തുന്നതിനും പുനർസംഘടിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത് ബൽവന്ത് റോയ് കമ്മീഷനെ ഏർപ്പെടുത്തിയത്. എന്തിനെ പുനർസംഘടിപ്പിക്കാൻ? ഗ്രാമപഞ്ചായത്തുകളെ പുനർസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബൽവന്ത് റോയ് കമ്മീഷനെ ഏർപ്പെടുത്തുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമയത്തായിരുന്നു കമ്മീഷനെ രൂപീകരിച്ചത്. രണ്ടാമത്തെ കമ്മീഷനായിരുന്നു പി കെ തുങ്കൻ കമ്മീഷൻ. 1977-ലായിരുന്നു പി കെ തുങ്കൻ കമ്മീഷൻ്റെ രൂപീകരണം എന്ന് പറയുന്നത്. ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആയിരുന്നു. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനിങ്ങിനായിരുന്നു ഈ കമ്മീഷനെ രൂപീകരിച്ചത്. ഗ്രാമീണ വികസനമായിരുന്നു ഈ കമ്മീഷൻ്റെ മറ്റൊരു പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത്. മൂന്നാമത്തെ കമ്മീഷനായിരുന്നു എന്തെന്ന് പറയുന്നത് അശോക് മേത്ത കമ്മീഷൻ എന്ന് പറയുന്നത്. 1977-ലായിരുന്നു അശോക് മേത്ത കമ്മീഷൻ രൂപീകരിച്ചത്. 2 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റിയെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ കമ്മീഷൻ എന്ത് ചെയ്ത് രൂപീകരിച്ചത്. ശിലാപരിഷത്ത്, താലൂക്ക് പരിഷത്ത് എന്നിങ്ങനെ 2 തരത്തിലുള്ള പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? നിർദ്ദേശങ്ങൾ കൊടുത്തു. നാലാമത്തെ കമ്മീഷനായിരുന്നു സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ 1983-ലാണ് രൂപീകരിച്ചത്. സിവിൽ സർവീസ് റീഫോമുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷനായിരുന്നു സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടെ, ബൽവന്ത് റോയ് കമാത്ത കമ്മീഷൻ 1957-ൽ രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് സംവിധാനം വിലയിരുത്തുന്നതിനും പുനർസംഘടിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു 1957-ൽ ബൽവന്ത് റോയ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. രണ്ടാമത്തെ കമ്മീഷനായിരുന്നു പി കെ തുങ്കൻ കമ്മീഷൻ. പി കെ തുങ്കൻ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും ഗ്രാമീണ വികസനങ്ങളെയും പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു തുങ്കൻ കമ്മീഷനെ നിയമിച്ചത്. 1977-ലായിരുന്നു തുങ്കൻ കമ്മീഷൻ്റെ നിയമനം. മൂന്നാമത്തേത് അശോക് മേത്ത കമ്മീഷനാണ്. 1977-ലാണ് അശോക് മേത്ത കമ്മീഷനെ രൂപീകരിച്ചത്. ദ്വിതീയ പഞ്ചായത്തുകളെ പറ്റിയിട്ട് അഥവാ 2 ടയർ പഞ്ചായത്തുകൾക്ക് ശുപാർശ ചെയ്തിട്ടുള്ള കമ്മീഷനായിരുന്നു അശോക് മേത്ത കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്രകാരമുള്ള 2 ടയർ സിസ്റ്റം പഞ്ചായത്തുകളായിരുന്നു ശിലാപരിഷത്തും താലൂക്ക് പഞ്ചായത്തുകളും. നാലാമത്തെ പ്രധാനപ്പെട്ട കമ്മീഷനായിരുന്നു സർക്കാരിയ കമ്മീഷൻ. 1983-ൽ രൂപീകരിച്ച ഈ കമ്മീഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സിവിൽ സർവീസ് റീഫോം ആയിരുന്നു സർക്കാരിയ കമ്മീഷന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. 27-ാമത്തെ ക്വസ്റ്റ്യൻ, ജമ്മു കശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? 1. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. രണ്ടാമത്തെ ഓപ്ഷൻ, ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റിയത് 2019-ലാണ്. മൂന്നാമത്തെ, രാജതരംഗിണി കാശ്മീരിൻ്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. നാലാമത്തെ ഓപ്ഷൻ, 2019 ജൂണിൽ ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ്, ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ ജമ്മു കാശ്മീർ പ്രഖ്യാപിച്ചിട്ടില്ല, ബാക്കിയുള്ളതെല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ജമ്മു കാശ്മീരിൻ്റെ ഈ പ്രത്യേക സ്വഭാവത്തെ പറ്റിയിട്ട് ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിലോട്ട് പോകാം. യഥാർത്ഥത്തിൽ 2019 ഓഗസ്റ്റ് 5-നായിരുന്നു സെൻട്രൽ ഗവൺമെൻറ് 370 എടുത്ത് കളയുക, ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള തീരുമാനം എടുത്തത്. ഈ തീരുമാനത്തിന് 2023 ഡിസംബർ 11 സുപ്രീം കോടതി ശരിവെച്ചു. ഒന്നാമത്തെ ആൻസർ ശരിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തേത്, ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് 2019 പ്രകാരം ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും എന്ന പേരിൽ 2019 ഒക്ടോബർ 31 2 പുതിയ യൂണിയൻ ടെറിട്ടറികൾ രൂപം കൊള്ളുവാണ്. ഒന്നും കൂടി,
ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷനായിട്ട് 2019 പ്രകാരം 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപപ്പെട്ടു. ഒന്നാമത്തേത് ജമ്മു ആൻഡ് കാശ്മീരും രണ്ടാമത്തേത് ലഡാക്കും. ഇനി മൂന്നാമത്തേത് രാജതരംഗിണി എന്ന് പറയുന്നത് കൽഹർണൻ രചിച്ച ഒരു ചരിത്ര പുസ്തകമാണ്. 11ാം നൂറ്റാണ്ടിലാണ് ഈ പുസ്തകം രചിച്ചു എന്ന് കരുതപ്പെടുന്നത്. കാശ്മീരിന്റെ രാഷ്ട്രീയ ചരിത്രം പറഞ്ഞു വയ്ക്കുന്ന പുസ്തകമാണ് രാജതരംഗിണി എന്ന് അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് പഠിച്ചു മാറ്റുക. 28ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ 73ഉം 74ഉം ഭേദഗതികളുടെ അനന്തര ഫലങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം. ഇത് അനന്തരഫലങ്ങളിൽ പെടുന്നതാണ്. 10ാം പട്ടിക പെടുന്നതല്ല. ഇതെന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഇത് പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമത്തെ പറ്റിയിട്ടാണ് 10ാമത്തെ ഷെഡ്യൂൾ പറയുന്നത്. 11ാമത്തെ ഷെഡ്യൂൾ പഞ്ചായത്ത് രാജിനെ പറ്റിയിട്ടും 12ാമത്തെ ഷെഡ്യൂൾ നഗരപഞ്ചായത്തുകളെ പറ്റിയിട്ട് അഥവാ മുനിസിപ്പാലിറ്റികളെ പറ്റിയിട്ടുമാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമാണ് ഇതിൽ പെടാത്തത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആയിരിക്കും ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആർട്ടിക്കിൾ 243K പ്രകാരം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങിയവർക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കേണ്ടത് നിർബന്ധമാക്കി മാറ്റി. ഒന്നുകൂടി, ആർട്ടിക്കിൾ 243 പ്രകാരമാണ് എന്തിനു വേണ്ടിയിട്ട്? മുനിസിപ്പാലിറ്റിയിലും ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളിലെ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂപീകരിക്കുന്നത് നിർബന്ധമാക്കി മാറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് കൂറുമാറ്റ നിരോധന നിയമം അഥവാ ആന്റി ഡിഫെക്ഷൻ ലോയെ പറ്റിയിട്ടാണ് പറയുന്നത്. 11ാമത്തേത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ പറ്റിയിട്ടും 12ാമത്തെ ഷെഡ്യൂള് നഗരസഭാ സംവിധാനങ്ങളെ പറ്റിയിട്ടും പറഞ്ഞു വയ്ക്കുന്നു. ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ 29ാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. 29ാമത്തെ മാച്ച് ദ ഫോളോയിങ് ആണ്. ഒന്നാമത്തേത് അഭയകിരണം പദ്ധതി. അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് അഭയകിരണം പദ്ധതി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് വിദ്യാകിരണം പദ്ധതി. വിദ്യാകിരണം പദ്ധതി എന്ന് പറയുന്നത് വികലാംഗരുടെ മക്കൾക്ക് വിദ്യാസഹായം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് വിദ്യാകിരണം പദ്ധതി. താലോലം പദ്ധതി എന്ന് പറയുന്നത് മാരക രോഗങ്ങളുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. വിദ്യാജ്യോതി പദ്ധതി PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് വിദ്യാജ്യോതി പദ്ധതി എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻ സി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമുക്കിനി 30ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫാക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്താൽ മതി? പഠിച്ചു മാറ്റിയിരുന്നാൽ മതിയാകും. ഈ ബി വേണു എന്ന് പറയുന്നത് 48ാമത്തെ എന്തായിരുന്നു? ചീഫ് സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം 49ാമത് ശാരദാ മുരളീധരനും നിലവിൽ ഡോക്ടർ ജയതിലക് IASുമാണ്. നിലവിൽ അതായത് 50ാമത് ഡോക്ടർ ജയതിലക് IASുമാണ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. കേരളത്തിലെ നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിർമ്മാണ സഭകളാണ്. ശരിയായിട്ടുള്ള കാര്യമാണ്. കേരള നിയമനിർമ്മാണ സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. നിലവിലും ചിറ്റയം ഗോപകുമാറാണ്. ADGP മനോജ് കുമാറാണ്. ഇത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. നിലവിലെ നമ്മളെ DGP എന്ന് പറയുന്നത് റവാഡ ചന്ദ്രശേഖരൻ ആണ്. ഒന്നും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. ബി വേണു IAS 48ാമത്തെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം 49ാമത്തെ ചീഫ് സെക്രട്ടറിയായിട്ട് ശാരദാ മുരളീധരൻ വരുന്നു. നിലവിൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ഡോക്ടർ ജയതിലക് IAS ആണ്. അഥവാ കേരളത്തിലെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് IAS ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ DGP എന്ന് പറയുന്നത് റവാഡ ചന്ദ്രശേഖരനാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ചിറ്റയം ഗോപകുമാറാണ്. ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കുക. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെ പറ്റി പ്രതിപാദിക്കുന്നു? യഥാർത്ഥത്തിൽ ഭരണഘടനയിൽ 395 വകുപ്പുകൾ മാത്രമേ ഉള്ളൂ. 400A എന്ന് പറയുന്നൊരു വകുപ്പില്ല. ഓപ്ഷൻ എ വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റി. തെറ്റാണ്. ഓപ്ഷൻ ബി സ്വത്തവകാശം നിയമപരമായ അവകാശമാക്കി മാറ്റി. തെറ്റാണ്. ഓപ്ഷൻ സി GSTയുമായി ബന്ധപ്പെട്ട വകുപ്പ്. അതും തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ടുണ്ടായിരുന്നത്. ഇനി
നമുക്ക് ഈ ഓപ്ഷനിലൂടെ ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിനെ മൗലികാവകാശമാക്കി മാറ്റുന്നത് ആർട്ടിക്കിൾ 21A ആണ്. മൗലികാവകാശമാക്കി മാറ്റി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21A ആണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൗലിക അവകാശം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അതൊരു മൗലിക അവകാശമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. സ്വത്തവകാശം നിയമപരമായിട്ടുള്ള അവകാശമാക്കി പറ്റുന്നു. നിലവിൽ സ്വത്തവകാശം എന്ന് പറയുന്നത് 300A ഒരു ആർട്ടിക്കിളാണ്. 300A സ്വത്തവകാശത്തിൽ നിയമപരമായിട്ടുള്ള അവകാശം അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് എന്ന് പറയുന്നത്. 44ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം 1978 സ്വത്തവകാശത്തിനെ നിയമപരമായിട്ടുള്ള അവകാശമാക്കി മാറ്റുന്നത്. ഇത് ആദ്യം ഒരു ഫണ്ടമെന്റൽ റൈറ്റിൽപ്പെട്ട ഒരു സാധനമായിരുന്നു സ്വത്തവകാശം എന്ന് പറയുന്നത്. അന്ന് ഇത് ആർട്ടിക്കിൾ 31 ഉൾപ്പെടുത്തിയിരുന്നത്. നിലവിൽ ഇത് ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തിയിട്ട് ഉള്ളത്. അടുത്ത GSTയുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പ് എന്ന് പറയുന്നത് 346A, 246A, 269A, 279A എന്നീ ആർട്ടിക്കിളാണ് GSTയുമായി ബന്ധപ്പെട്ട പ്രധാന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. GSTയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഭരണഘടനാ ഭേദഗതി 101ാം ഭരണഘടനാ ഭേദഗതിയാണ്. 101ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഈ പറഞ്ഞ സാധനങ്ങൾ ഒന്നും കൂടി പറയട്ടെ. ആദ്യം പഠിച്ചത് ആർട്ടിക്കിൾ 21A പ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള പിള്ളേരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റി. ഇതാണ് ഒന്നാമത്തേന്ന് പറയുന്നത്. രണ്ടാമത്തേത് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച സാധനങ്ങൾ 44ാം ഭരണഘടനാ ഭേദഗതി 1978 പ്രകാരം ആർട്ടിക്കിൾ 31, സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 31 ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. ഇതിനെ 300A ലീഗൽ റൈറ്റ് ആക്കിയിട്ട് മാറ്റി. മൂന്നാമത്തേത് GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത് 101ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്. പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത് 246A, 269A, 279A എന്നിവയാണ്. ഇനി അടുത്ത് 32ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകമാണ് ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് 76% കാർബൺ എന്ത് ചെയ്യുന്ന ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമായിട്ട് പ്രവർത്തിക്കുന്നത്. മീഥേൻ 16%, നൈട്രസ് ഓക്സൈഡ് 6%, ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ് ലൈക്ക് CFCs, HFC പോലുള്ള ഉൽപ്പന്നങ്ങൾ 2%, അപ്രോക്സിമേറ്റ്ലി 2% താഴെ മാത്രമേ എന്തിന് കാരണമാകുന്നുള്ളൂ? ആഗോളതാപനത്തിന് കാരണമായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. അതായത് 76% ആഗോളതാപനത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ഹരിതഗ്രഹ വാതകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യഹൃദയത്തിൻ്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ഇടത് ഏട്രിയത്തിൻ്റെ ഇടത് മുകൾ കോണിൽ, ഇടത് ഏട്രിയത്തിൻ്റെ വലത് മുകൾ കോണിൽ, ഇടത് ഏട്രിയത്തിൻ്റെ വലത് മുകൾ കോണിൽ, വലത് ഏട്രിയത്തിൻ്റെ ഇടത് മുകൾ കോണിൽ. മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. വലത് ഏട്രിയത്തിൻ്റെ വലത് മുകൾ കോണിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മനുഷ്യൻ്റെ പേസ് മേക്കർ പ്രവർത്തിക്കുന്നത്. ഇനി പേസ് മേക്കറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പേസ് മേക്കർ കണ്ടെത്തിയത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ്. ഹൃദയമെടുപ്പ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. ഒരു കാർഡിയാക് സർജൻ ഇത് ചർമ്മത്തിനിടയിൽ സ്ഥാപിക്കുന്നു. ഈ ഉപകരണത്തിന് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത് പൾസ് ജനറേറ്റർ, രണ്ടാമത്തേത് ലീഡുകൾ. പൾസ് ജനറേറ്ററിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇതൊരു ബാറ്ററിയും ഹൃദയമെടുപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില ഇലക്ട്രോണിക് ഭാഗങ്ങളും ഉള്ളതാണ് പൾസ് ജനറേറ്റർ എന്ന് പറയുന്നത്. ലീഡുകൾ എന്ന് പറയുന്നത് ഹൃദയത്തിലേക്കുള്ള വൈദ്യുത സിഗ്നലുകൾ കൈമാറുന്നത് ലീഡുകളാണ്. അത്യാവശ്യകത മനസ്സിലാക്കി ഒന്നിലധികം ലീഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പേസ് മേക്കറിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യം മനസ്സിലാക്കിയിട്ടാണ് ലീഡുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നത്. 34ാമത്തെ ക്വസ്റ്റ്യൻ ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാലും നമുക്ക് നോക്കിപ്പോകാം. 2021 ഡേവിഡ് ജൂലിയസും ആഡം പറ്റാപൗട്ടിയനും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലായിരുന്നു? ആൻസർ വൈദ്യശാസ്ത്രമാണ്. വൈദ്യശാസ്ത്രത്തിലായിരുന്നു ഇവർക്ക് കിട്ടിയത്. അവർ ഇന്ന് റിസപ്റ്റേഴ്സിൻ്റെ കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇവർക്ക് എന്ത് ചെയ്യുന്ന നോബൽ പുരസ്കാരം വൈദ്യശാസ്ത്രത്തിൽ ലഭിക്കുന്നത്. ഇവരുടെ ഡിസ്കവറീസ് എന്ന് പറയുന്നത് റിസപ്റ്റേഴ്സ് ഫോർ ടെമ്പറേച്ചർ ആൻഡ് ടച്ചിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇവരുടെ പ്രധാന കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മാച്ച് ദ ഫോളോയിങ് നമുക്ക് നോക്കാം. മലേറിയ വരുത്തുന്നത് പ്രോട്ടോസോവയാണ്. അടുത്തത് ടൈഫോയിഡ് വരുത്തുന്നത് ബാക്ടീരിയ ആണ്.
അസ്കാരിയാസിസ് അത് വരുത്തുന്നത് വിരകളാണ്. ജലദോഷം വരുത്തുന്നത് വൈറസാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 36ാമത്തെ ചോദ്യമാണ്. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏതാണ്? ആൻസർ എ മിഠായി ആണ്. പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായം നൽകുന്നതിനും കേരള സർക്കാർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ച പദ്ധതി എന്ന് പറയുന്നത്. പിന്നെ ഇനി അങ്ങോട്ടുള്ള പദ്ധതികളെ പറ്റിയിട്ടൊന്ന് നോക്കാം. എന്താണ് താലോലം പദ്ധതി? താലോലം പദ്ധതി എന്ന് പറയുന്നത് സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ കേരള സോഷ്യൽ ആൻഡ് സെക്യൂരിറ്റി മിഷൻ 18 വയസ്സിന് താഴെയുള്ള ഗുരുതര രോഗം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് താലോലം എന്ന് പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കായിരിക്കും ഇതുകൊണ്ട് ലാഭം ഉണ്ടാകുന്നത്. ക്യാൻസർ, വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇങ്ങനെയെല്ലാം വരുന്ന പിള്ളേർക്ക് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ എന്ത് ചെയ്യുന്ന ഫ്രീ ചികിത്സ കൊടുക്കുന്ന ഒരു പദ്ധതിയാണെന്ന് പറയുന്നത്. അടുത്തത് മന്ദഹാസം പദ്ധതിയാണ്. മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്ക് കൃത്രിമ ദന്തനിര വെച്ച് കൊടുക്കുന്നതിനുള്ള പദ്ധതിയാണ്. അഥവാ കൃത്രിമ പല്ല് വെച്ച് കൊടുക്കുന്നതിനുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത്. ഒന്നും കൂടി, മിഠായി എന്ന് പറയുന്നത് പ്രമേഹം കണ്ടെത്തുന്നതിനും ചികിത്സാ സഹായം നൽകുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയാണ്. താലോലം എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെ ഗുരുതര അസുഖം ബാധിച്ച് കിടക്കുന്ന പിള്ളേർക്ക് ഫ്രീ ചികിത്സ കൊടുക്കുന്ന പദ്ധതിയാണ്. മന്ദഹാസം 60 വയസ്സിന് മുകളിൽ BPL കാർഡിന് ഉടമകളായിട്ടുള്ള പൗരന്മാർക്ക് ഫ്രീ ദന്തങ്ങൾ അഥവാ പല്ലുകൾ വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൊറോണ വൈറസിന്റെ വകഭേദമായ B1.1529 ഇവയിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഒമിക്രോൺ ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒമിക്രോൺ എന്ന ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ച് ഈ വൈറസിനെ സൂചിപ്പിച്ചത് 2021 നവംബറിലാണ്. സൗത്ത് ആഫ്രിക്കയിലാണ് ഈ വൈറസിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. വ്യാപനശേഷി കൂടുതലായിട്ടുള്ള ഒരു തരം വൈറസ് ആയിരുന്നു ഈ സമയത്തെന്ന് പറയുന്നത് ഈ ഒമിക്രോൺ എന്ന് പറയുന്നത്. അതായത് 37ാമത്തെ ക്വസ്റ്റ്യൻ അന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഒമിക്രോണുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പഠിച്ച ഫാക്ട് എന്ന് പറയുന്നത് 2021 നവംബറിലാണ് ഒമിക്രോൺ എന്ന് പറയുന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ചുകൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെ സൂചിപ്പിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിലായിരുന്നു ഇതെന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ വ്യാപനശേഷി കൂടുതലാണ്. കാരണം സ്പൈക്ക് പ്രോട്ടീൻ മ്യൂട്ടേഷനുകൾ ഇതിലുള്ളതുകൊണ്ടാണ്. സ്പൈക്ക് പ്രോട്ടീൻ മ്യൂട്ടേഷനുകൾ ഒമിക്രോൺ വൈറസിലുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ വ്യാപനശേഷി കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പാലായന വേഗതവുമായി ബന്ധമില്ലാത്ത എന്താണ്? പിണ്ടത്തിനാണ് പാലായന വേഗതവുമായി, പിണ്ടം അഥവാ മാസിനാണ് പാലായന വേഗതവുമായിട്ട് ബന്ധമില്ലാത്ത എന്തെന്ന് പറയുന്ന ഒരു കാര്യം. താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ പാലായന വേഗവുമായി ബന്ധമില്ലാത്തത് പിണ്ടം അഥവാ മാസിന് ആണ്. നമുക്കിനി 39ാമത്തെ ക്വസ്റ്റ്യൻ പഠിക്കാം. 39ാമത്തെ ക്വസ്റ്റ്യനിൽ 4 ടൈപ്പ് ഓഫ് ബലങ്ങളെ പറ്റിയിട്ടാണ്, ഫോഴ്സുകളെ പറ്റിയിട്ടാണ് നമുക്ക് എന്താണുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. 4 ടൈപ്പ് ഓഫ് ഫോഴ്സുകളെ പറ്റിയിട്ട് നമുക്ക് ഇതിനകത്ത് പഠിച്ചു മാറ്റാം. 2 വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായിട്ടുള്ള ബലത്തെ കർഷണബലം എന്നാണ് പറയുന്നത്. ഒന്നുകൂടി, 2 വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായിട്ടുള്ള ബലത്തെ കർഷണബലം എന്ന് പറയുന്നു. രണ്ടാമത്തെ ഒരു ടൈപ്പ് ബലമാണ് പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. എന്താണ് സർഫസ് ടെൻഷൻ? സർഫസ് ടെൻഷൻ എന്നാൽ ഒരു ദ്രാവക പാട അല്ലെങ്കിൽ ഒരു ദ്രാവക ഉപരിതലം അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബലത്തെയാണ് എന്തെന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഈ ദ്രാവകങ്ങളിൽ സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഷഡ്പദങ്ങൾക്ക് ജല ഉപരിതലത്തിൽ ഇരിക്കാനും നടക്കാനും സാധിക്കുന്നത്. സോപ്പ് ലൈനിക്ക് ജലത്തേക്കാൾ നന്നായിട്ട് അഴുക്ക് കളയാൻ പറ്റുന്നത് ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ജലങ്ങളുടെ സ്വഭാവത്തെ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ടാണ്. മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണുന്നതും സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ്. ഒരു വസ്തുവിനെ ചൂടാക്കുക അല്ലെങ്കിൽ ഒരു ദ്രാവകത്തെ ചൂടാക്കുമ്പോൾ അതിൻ്റെ പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ കുറയുന്നതായി കാണാം. ഇത്രയും കാര്യങ്ങൾ പ്രതലബലവുമായി ബന്ധപ്പെട്ട് പഠിച്ചു മനസ്സിലാക്കുക. രണ്ടാമത്തൊരു ടൈപ്പ് ബലമാണ് വിസ്കസ് ബലം. എന്താണ് വിസ്കസ് ബലം? വിസ്കസ് ബലം എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പാടകൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പാടകൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന കർഷണ ബലമാണ് എന്തെന്ന് പറയുന്നത് വിസ്കസ് ബലം എന്ന് പറയുന്നത്. 2 ദ്രാവകങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവയ്ക്കിടയിൽ ഈ 2 പാടകൾക്കിടയിൽ അല്ലെങ്കിൽ 2 ദ്രാവകങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ ബാധിക്കുന്ന രീതിയിൽ പ്രയോഗിക്കപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് വിസ്കസ് ബലം എന്ന് പറയുന്നത്. കർഷണ ബലം നമ്മൾ പഠിച്ചു. ഇനി കൊഹിഷൻ ബലത്തിനെ പറ്റിയിട്ട് കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട്. കൊഹിഷൻ ബലം എന്ന് പറയുന്നത് ഒരേ തരം തന്മാത്രകൾക്കിടയിലുള്ള ആകർഷണ ബലത്തെയാണ് എന്തെന്ന് പറയുന്നത് കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. ജലതുള്ളിയിലെ തന്മാത്രകൾ തമ്മിൽ
തന്മാത്രകളെ ചേർത്ത് നിർത്തുന്ന ബലം എന്ന് പറയുന്നത് കോഹ്ഷൻ ബലമാണ്. ഒന്നുകൂടി ഒരേ തരം തന്മാത്രകൾക്കിടയിലുള്ള ബലത്തെയാണ് എന്തെന്ന് പറയുന്നത് കോഹ്ഷൻ ബലം എന്ന് പറയുന്നത്. ജലത്തുള്ളിയിലെ തന്മാത്രകളെ ചേർത്ത് നിർത്തുന്നത് ഏത് ബലമാണ്? കോഹ്ഷൻ ബലമാണ്. ഈ 3 ടൈപ്പ് ഓഫ് ബലങ്ങളെ പറ്റിയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു മാറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ, 40ാമത്തെ ക്വസ്റ്റ്യൻ, സ്ഥിര വേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ഒരു ചലനത്തിന് ഉദാഹരണമാണ്. ഓപ്ഷൻ എ വർത്തുള ചലനം, ഓപ്ഷൻ ബി സമവർത്തുള ചലനം, ഓപ്ഷൻ സി ഏകീകൃത ചലനം, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ആൻസർ സമവർത്തുള ചലനമാണ്. ഓപ്ഷൻ ബി സമവർത്തുള ചലനമാണ്. എന്താണ് സമവർത്തുള ചലനം? ഒരു വൃത്തപാതയിൽ സ്ഥിരവേഗതയിൽ നടക്കുന്ന ചലനമാണ്. ഒരു വൃത്തപാതയിൽ കോൺസ്റ്റന്റ് സ്പീഡ് അഥവാ സ്ഥിര വേഗതയിൽ നടക്കുന്ന ചലനത്തെയാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. പക്ഷേ വർത്തുള ചലനത്തിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്ന സാധനം ദിശ മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതായത് വർത്തുള ചലനത്തിന് സെയിം സ്പീഡും സ്ഥിര വേഗതയും വ്യത്യസ്ത പ്രവേഗവുമാണ്. ഒരിക്കൽ കൂടി, സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനമാണ് അപ്പം എന്ന് പറയുന്നത് സമവർത്തുള ചലനം എന്ന് പറയുന്നത്. 41ാമത്തെ ക്വസ്റ്റ്യനാണ് പഠിക്കാനുള്ളത്. 41ാമത്തേത് ആവാസത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. നമുക്ക് എന്തായിരുന്നാലും ആ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാം. ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്റ്റിനും ജോൺ എഫ് ക്ലോസറിനും ആൻഡൺ സിലിംഗർ എന്നിവർക്ക് 2022 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം മെക്കാനിക്സിന് നൽകിയിട്ടുള്ള സംഭാവനകൾക്കായിരുന്നു ഇവർക്കന്ന് ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത്. നമുക്കിനി 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 40 ഗ്രാം മീഥെയിൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയായിരിക്കുമെന്ന് രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 40 ഗ്രാം CH4 കത്തുമ്പോൾ കിട്ടുന്ന കാർബണിൻ്റെ അളവാണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് കണ്ടെത്തേണ്ടത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളിതിൽ ആദ്യം ചെയ്യേണ്ടത് CH4ൻ്റെ എന്ത് കണ്ടുപിടിക്കുക, മോളാർ മാസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിലെ കാർബണിൻ്റെ മാസ് എന്ന് പറയുന്നത് 12 ആണ്, ഹൈഡ്രജൻ്റെ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ മൊത്തം മോളാർ മാസ് എത്രയായിരിക്കും? സിയുടെ 12 × 1, ഹൈഡ്രജൻ്റെ 1 × 4, ടോട്ടൽ എത്ര കിട്ടി? 12 + 4 16 എന്ന് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്തിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മോളാർ മാസ് കണ്ടുപിടിക്കണം. കാർബണിൻ്റെ എത്രയാണ്? 12 ആണ്, ഓക്സിജൻ്റെ 16 ആണ്. അപ്പോൾ എങ്ങനെ കിട്ടും? 12 × 1 + 16 × 2 ആണ് CO2ൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. അതെത്രയാ? 32 + 12 44 എന്ന് ലഭിക്കും. അതായത് 16 ഗ്രാം CH4ന് തുല്യമാണ് 44 ഗ്രാം CO2. 16 ഗ്രാം CH4ന് തുല്യമാണ് എത്രയെന്ന് പറയുന്നത്? 44 ഗ്രാം CH4 എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 40 ഗ്രാം CH4ന് തത്തുല്യമായിട്ടുള്ള എന്തിനാണ്? കാർബൺ ഡൈ ഓക്സൈഡിനാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 40 × 44 / 16 എത്ര കിട്ടും? പകുതി എടുത്ത് 8, 20, 4, 10, 11. ആൻസർ എത്ര? 11 × 10 എന്ന് പറയുന്നത് എത്ര? ആൻസർ 110. 110 എന്തെന്ന് പറയുന്നത്? 110 ഗ്രാമാണ് എന്തെന്ന് പറയുന്നത് 40 ഗ്രാം മീഥേന് തുല്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവെന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 43ാമത്തെ ചോദ്യത്തിലോട്ടൊന്ന് പോകാം. 43ാമത്തെ ചോദ്യം ഇങ്ങനെ പറയുന്നു: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏതാണ്? NH3, OH-, BCl3, Cl-. എന്താണ് ലൂയിസ് ആസിഡ്? ലൂയിസ് ആസിഡ് എന്ന കൺസെപ്റ്റ് ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഗിൽബർട്ട് N. ലൂയിസ് എന്ന കെമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു ജോഡി ഇലക്ട്രോണുകളെ സ്വീകരിക്കാൻ കഴിവുള്ള രാസപദാർത്ഥങ്ങളാണ് ലൂയിസ് ആസിഡുകൾ. ഒന്നും കൂടി, ഒരു ജോഡി ഇലക്ട്രോണുകളെ സ്വീകരിക്കാൻ കഴിവുള്ള രാസപദാർത്ഥങ്ങളാണ് ലൂയിസ് ആസിഡ്. ഇതിന് എക്സാമ്പിളായി അദ്ദേഹം BCl3, BF3, AlCl3, H+ എന്നിവ എന്ത് ചെയ്തു? ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞു വെച്ചു. ഇവിടെ ലൂയിസ് ആസിഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് BCl3 ആണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. X രണ്ടാം ഗ്രൂപ്പ് മൂലകവും രണ്ടാം ഗ്രൂപ്പ് മൂലകത്തിൻ്റെ വാലൻസ് എത്ര? 2. X രണ്ടാം ഗ്രൂപ്പ് മൂലകവും Y എന്ന് പറയുന്നത് 17ാം ഗ്രൂപ്പ് മൂലകമാണ്. 17ാം ഗ്രൂപ്പ് മൂലകം എത്രയാണ്?
ഒന്നായിരിക്കും അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. ഗ്രൂപ്പ് മൂലകവുമാണ്. എക്സും വൈയും ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാൽ മതി. XY2 ആയിരിക്കും. ഓപ്ഷനിൽ XY2 ഏതാ? ഡി ആണ് കിടക്കുന്നത്. ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. 45-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. പ്രസ്താവന 1 സ്റ്റീൽ ഒരു ലോഹമാണ്. രണ്ടാമത്തേത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ലോഹസങ്കരമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു ലോഹമല്ല, അതും ഒരു ലോഹസങ്കരം അല്ലെങ്കിൽ ഒരു അലോയാണ്. സ്റ്റീലിൽ 2.14% കാർബൺ അടങ്ങിയിരിക്കുന്നു. കാർബൺ അടങ്ങിയിട്ടുള്ള ഒരു ലോഹസങ്കരമാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയുമാണ് എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം. 46-ാമത്തത് അന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്നിരുന്നാലും വായിക്കാം. താഴെ പറയുന്നതിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൽ സെമി ഫൈനലിൽ യോഗ്യത നേടിയ ടീമുകൾ ഏതൊക്കെയായിരുന്നു? 2022 ഖത്തർ ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനൽ മത്സരിച്ച ടീമുകൾ അർജൻറ്റീനയും ക്രൊയേഷ്യയും തമ്മിലായിരുന്നു ഒരു മത്സരം നടന്നത്. അടുത്ത മത്സരം നടന്നത് ഫ്രാൻസും മൊറോക്കോയും തമ്മിലായിരുന്നു. ഇതിൽ അർജൻറ്റീന ആദ്യത്തെ കളിയിലും ഫ്രഞ്ച് രണ്ടാമത്തെ കളിയിലും വിജയിച്ചു. അതിനുശേഷം അർജൻറ്റീനയും ഫ്രാൻസും അല്ലെങ്കിൽ ഫ്രഞ്ച് പടയും തമ്മിൽ ഏറ്റുമുട്ടി. ഇതിൽ അർജൻറ്റീന പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ജയിച്ച് ആ വർഷം കപ്പ് നേടുകയാണ് ചെയ്തത്. അപ്പോൾ ആരൊക്കെ മത്സരിച്ചത്? അർജൻറ്റീന, ക്രൊയേഷ്യ, ഫ്രാൻസ്, മൊറോക്കോയാണ് എന്തെഴുതി മത്സരിച്ചത്. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ്. അർജൻറ്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ എന്നിവരായിരുന്നു എന്ത് ചെയ്തിരുന്നത്? വിജയിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 47-ാമത്തത്. ഹൈമവത ഭൂവിൽ എന്ന യാത്രാ വിവരണം ആരുടേതാണ്? MB വീരേന്ദ്രകുമാറിൻ്റെതാണ് ഈ ഗ്രന്ഥം എന്ന് പറയുന്നത്. 2010 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഒരു കൃതി കൂടിയായിരുന്നു MB വീരേന്ദ്രകുമാറിൻ്റെ ഹൈമവത ഭൂവിൽ എന്ന് പറയുന്ന കൃതി എന്ന് പറയുന്നത്. പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധമായ ഇടയ്ക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് ഇടയ്ക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1890 ഫ്രെഡറിക് ഫോസറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനായിരുന്നു ഈ അമ്പുകുത്തി മലയിലെ ഇടയ്ക്കൽ ഗുഹകൾ കണ്ടെത്തുന്നത്. BC 6000 മുതൽ 1000 വരെയുള്ള കാലഘട്ടത്തിലെ വിവരങ്ങൾ നമുക്ക് എവിടെ നിന്ന് ലഭ്യമാണ്? എടയ്ക്കൽ ഗുഹകളിൽ നിന്നും ലഭ്യമാണ്. 49-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ആരുടെ കാലഘട്ടത്തിലാണ് കേരളത്തിൽ ചവിട്ട് നാടകം ആരംഭിച്ചത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പോർച്ചുഗീസുകാരുടെ സമയത്തായിരുന്നു ചവിട്ട് നാടകം നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ആരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ അറൈവൽ ഓഫ് യൂറോപ്യൻസിൽ നമ്മൾ പഠിച്ചു മാറ്റിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഭാഗം നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 50-ാമത്തെ ക്വസ്റ്റ്യൻ അന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ അന്നത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ബി സച്ചിദാനന്ദനായിരുന്നു പ്രസിഡന്റ് എന്ന് പറയുന്നത്. 2022 മാർച്ച് മുതൽ ബി സച്ചിദാനന്ദൻ പ്രസിഡന്റായിട്ട് ഉണ്ട്. ഇപ്പോൾ നിലവിലെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അശോകൻ ചെരുവിലാണ്. അതേപോലെ തന്നെ സെക്രട്ടറി എന്ന് പറയുന്നത് CP അബൂബക്കർ ആണ്. സിവിൽ എക്സൈസ് ഓഫീസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യപേപ്പറിൻ്റെ അനലൈസാണ് നമ്മളിപ്പോൾ നടത്തിയത്. സിവിൽ എക്സൈസ് ഓഫീസറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിനെയാണ് നമ്മളിപ്പോൾ ഇവിടെ പരിശോധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഫാക്ടറും ഇതിൻ്റെ അകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏവർക്കും മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. ഇത്രയും പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചു മാറ്റാൻ ശ്രമിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. മറ്റൊരു വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.